നമ്മുടെ PYQ സെഷന്റെ സെക്കൻഡ് ക്ലാസ് ആണ്. നമ്മൾ ഇതുവരെയാണല്ലേ പറഞ്ഞത്. NHERC, NAC, HEGC, GEC ഇവിടം വരെയല്ലേ പറഞ്ഞത്. അതായിരുന്നു ലാസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻ അല്ലേ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് ദി ക്രിറ്റിസിസം ഓഫ് ബിഹേവിയറിസ്റ്റ് മോഡൽ ഓഫ് ടീച്ചിങ്? ബിഹേവിയറിസ്റ്റ് മോഡൽ ഓഫ് ടീച്ചിങ്ങിന്റെ ക്രിറ്റിസിസം അല്ലാത്തത് എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ എന്താണ് ബിഹേവിയറിസ്റ്റ് മോഡൽ ഓഫ് ടീച്ചിങ് എന്നുള്ളത് നോക്കാം, എന്നിട്ട് നമുക്ക് ആൻസറിലേക്ക് വരാം. ഓക്കെ, ഇത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് ചോദിച്ച ഒരു ചോദ്യമാണ്. നമ്മൾ പലതരം ടീച്ചിങ് മോഡലുകൾ ഉണ്ട് അല്ലെ. ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ഓരോ മോഡലുകളായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ടീച്ചിങ്ങിന് ഡിഫറെന്റ് മോഡലുകളായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പം ഓരോ ക്ലാസ്സിലും ആ ക്ലാസ്സിലെ കുട്ടികളുടെ ക്യാരക്ടർ അനുസരിച്ച്, അല്ലെങ്കിൽ അതായത് എന്താണോ അവിടെ ആവശ്യമുള്ളത് ആ രീതിയിലായിരിക്കും നമ്മൾ ടീച്ചിങ് മോഡൽ എടുക്കുന്നത്. ഇപ്പൊ ചെറിയ ക്ലാസ്സിലാണെങ്കിൽ നമ്മൾ ഡ്രില്ല് മോഡലായിരിക്കും. ഇപ്പൊ ABCD ഒക്കെ പഠിപ്പിക്കുന്നത് ആദ്യം ടീച്ചർ പറയുന്നു, പിന്നെ കുട്ടികളെ ഏറ്റു പറയുന്നു, ആ രീതിയിലാണ്. പക്ഷെ വലിയ ക്ലാസ്സിൽ എത്തുമ്പോൾ അത് പോസിബിൾ അല്ല. അപ്പൊ വേറെ മോഡലായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ പലതരത്തിലുള്ള ടീച്ചിങ് മോഡലുകളാണ് പല ക്ലാസ് റൂമിൽ പല സിറ്റുവേഷൻസിൽ നമ്മൾ ഉപയോഗിക്കാം. അപ്പൊ അത്തരത്തിലുള്ള ഒരു ടീച്ചിങ് മോഡലാണ് ബിഹേവിയറിസ്റ്റ് മോഡൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, ബിഹേവിയറിസ്റ്റ് മോഡൽ ഓഫ് ടീച്ചിങ് ഡിഫൈൻസ് ലേണിംഗ് ആസ് എ മെഷറബിൾ ആൻഡ് ഒബ്സർവബിൾ ചേഞ്ച് ഇൻ ബിഹേവിയർ. അതായത് ഇവിടെ ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു കുട്ടിയിൽ സ്വഭാവ രൂപീകരണം ഉണ്ടാക്കുക, അല്ലെങ്കിൽ സ്വഭാവത്തിൽ ചേഞ്ച് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് വെറുതെ ചേഞ്ച് അല്ല, നമുക്ക് കാണാൻ പറ്റുന്ന, മെഷർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചേഞ്ച് ഉണ്ടാക്കിയെടുക്കുന്ന തരത്തിലുള്ള ടീച്ചിങ്ങിനെയാണ് ബിഹേവിയറിസ്റ്റ് മോഡൽ ഓഫ് ടീച്ചിങ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ചെറിയ കുട്ടികൾക്ക് ഇപ്പം എന്തെങ്കിലും ശീലങ്ങളൊക്കെ പഠിപ്പിക്കുന്നതൊക്കെ ഏതു തരം ടീച്ചിങ്ങിലാണ് വരിക? ബിഹേവിയറിസ്റ്റ് മോഡൽ ഓഫ് ടീച്ചിങ്ങിലാണ് വരാം. ഇപ്പം ഒരു പുതിയ ശീലം പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോ അത് നമുക്ക് പ്രകടമായിട്ട് കുട്ടിയിൽ നമുക്ക് അതിന്റെ റിസൾട്ട് കാണാൻ പറ്റും അല്ലെ. അപ്പോ ഒരു കുട്ടിയെ കൊണ്ട് നമ്മളൊരു ശീലം ഉണ്ടാക്കിയെടുപ്പിക്കുന്നു. അതായത് ഇപ്പം ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ കൈ കഴുകണം എന്ന് ടീച്ചർ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഒരു ബിഹേവിയറിസ്റ്റ് മോഡൽ ഓഫ് ടീച്ചിങ് ആണ്. ചിലപ്പോൾ ടീച്ചർ ഇങ്ങനെ എന്തെങ്കിലും ഒരു കഥയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു കാർട്ടൂൺ കാണിച്ചു കൊടുത്തിട്ടോ ഒക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ആ ഒരു കാര്യം പഠിപ്പിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിനെ ബാധിക്കുന്ന, അല്ലെങ്കിൽ സ്വഭാവ രൂപീകരണത്തിലേക്ക് നയിക്കുന്ന ഒരു തരം ടീച്ചിങ്ങിനെയാണ് ബിഹേവിയറിസ്റ്റ് മോഡൽ ഓഫ് ടീച്ചിങ് എന്ന് പറയാം. ഓക്കെ, അത് മെഷറബിൾ ആൻഡ് ഒബ്സർവബിൾ ചേഞ്ച് ഉണ്ടാക്കുന്നതും കൂടെ ആയിരിക്കണം. ഫ്രം ഇന്ററാക്ഷൻ വിത്ത് എൻവയൺമെന്റൽ സ്റ്റിമുലൈ. ഇനി ഇങ്ങനെ ഒരു ബിഹേവിയറിസ്റ്റ് മോഡൽ ഓഫ് ടീച്ചിങ്ങിൽ എപ്പോഴും ഒരു എൻവയൺമെന്റൽ സ്റ്റിമുലൈ കാണും. അതായത് ആ കുട്ടിയെ ഉത്തേജിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും അല്ലെ. അതായത് ഇപ്പം നമ്മളിപ്പോ ഒരു സ്റ്റിമുലസ് കൊടുക്കുകയാണ് ഒരു കുട്ടിക്ക്. അതായത് ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ തൊട്ടാവാടി ആ ഇല ഇങ്ങനെ കൂമ്പുന്നത് എപ്പോഴാണ്? നമ്മൾ തൊടുമ്പോഴാണ്. അപ്പൊ നമ്മൾ തൊടുക എന്ന് പറയുന്നത് നമ്മൾ സ്റ്റിമുലസ് കൊടുക്കുന്നതാണ്. അതിന്റെ റെസ്പോൺസ് ആണ് എന്ത്? അത് ഇങ്ങനെ ഇല ഇങ്ങനെ കൂമ്പി പോകുന്നത് അതിന്റെ റെസ്പോൺസ് ആണ്. ഓക്കെ, അപ്പൊ അതുപോലെ ഒരു കുട്ടിക്ക് നമ്മൾ ഒരു സ്റ്റിമുലസ് കൊടുക്കുന്നു. അത് ബിഹേവിയറിസ്റ്റ് മോഡൽ ഓഫ് ടീച്ചിങ്ങിൽ എപ്പോഴും എന്തായിരിക്കും? കുട്ടിക്ക് ഏത് കുട്ടിയാണോ നമ്മൾ പഠിപ്പിക്കുന്നത് ആ കുട്ടിക്ക് നമ്മൾ ഒരു സ്റ്റിമുലസ് കൊടുക്കും. ആ സ്റ്റിമുലസിലൂടെ കുട്ടി ഒരു റെസ്പോൺസ് തരും. അത് നമുക്ക് കാണാനും അതുപോലെ തന്നെ മെഷർ ചെയ്യാനും പറ്റുന്ന തരത്തിലുള്ള റെസ്പോൺസ് ആയിരിക്കും. ഓക്കെ, students are often viewed as passive responders or a tabula rasa, while the teacher act as the primary authority who controls the environment to elicit specific desired response. അപ്പൊ ഇവിടെ ഈ കുട്ടി, അതായത് ബിഹേവിയറിസ്റ്റ് മോഡൽ ഓഫ് ടീച്ചിങ്ങിൽ ഒരു ടീച്ചർ ഉണ്ടാവും, ഒരു കുട്ടി ഉണ്ടാവും അല്ലെ. ഏത് മോഡൽ ഓഫ് ടീച്ചിങ്ങിലാണെങ്കിലും ഒരു ടീച്ചർ ഉണ്ടാവും, ഒരു കുട്ടി ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇവിടെ കുട്ടി എന്ന് പറയുന്നത് ഒരു പാസീവ് റെസ്പോണ്ടർ ആണ്. പാസീവ് എന്ന് പറയുമ്പോൾ എന്താണ്? വളരെ ആക്റ്റീവ് അല്ലാത്ത റെസ്പോണ്ടർ ആണ്. റെസ്പോണ്ടർ എന്ന് വെച്ചാൽ എന്താണ്? ഒരു കാര്യത്തിനോട് റെസ്പോണ്ട് ചെയ്യുന്ന ആളെയാണ് റെസ്പോണ്ടർ എന്ന് പറയാം അല്ലെ. ഇപ്പൊ ഞാൻ കൊടുക്കുന്ന ഒരു സ്റ്റിമുലസിന് ഒരു വിദ്യാർത്ഥി റെസ്പോണ്ട് ചെയ്യാണ്. അപ്പൊ അത് വളരെ പാസീവ് ആയിട്ടുള്ള റെസ്പോൺസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോ ഇവിടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, കുട്ടി ഒരു ടാബുല രസയാണെന്ന്. അതായത് ജോൺ ലോക്കിന്റെ ഒരു കോൺസെപ്റ്റ് ആണ് ടാബുല രസ എന്ന് പറയുന്നത്. ടാബുല രസ എന്ന് പറയുന്നത് ബ്ലാങ്ക് സ്ലേറ്റ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അതായത് ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ മനസ്സെന്ന് പറയുന്നത് ഒരു ബ്ലാങ്ക് സ്ലേറ്റ് പോലെയാണ്.
ഓക്കെ, ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയുടെ മനസ്സെന്ന് പറയുന്നത് ഒരു ബ്ലാങ്ക് സ്ലേറ്റ് പോലെയാണ്. അതിനകത്ത് നമ്മൾ എന്താണോ എഴുതി ചേർക്കുന്നത് അതായിരിക്കും ആ കുട്ടിയുടെ സ്വഭാവമായിട്ട് വരുന്നത്. നമ്മൾ പറയില്ലേ, ആ കുട്ടി വളർന്ന സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ പറയും കുടുംബത്തിൽ പിറക്കണം എന്ന്, അങ്ങനെയൊക്കെ പറയുന്ന പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സെന്റൻസ് ആണെങ്കിലും അവിടെ കുടുംബത്തിൽ പിറക്കണം എന്ന് പറയുന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്ന, ആ സാമൂഹിക പരിസ്ഥിതി ഉണ്ടല്ലോ അത് മോശമായി കഴിഞ്ഞാൽ ആ കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിനെ അത് ബാധിക്കും. കാരണം ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ മനസ്സെന്താണ്, ടാബുലാ രസയാണ്, ബ്ലാങ്ക് സ്ലേറ്റ് ആണ്. അതിനകത്ത് നമ്മൾ എന്താണോ എഴുതി ചേർക്കുന്നത് അതായി മാറും ആ കുട്ടി. ഓക്കെ, അപ്പൊ ഇവിടെ ഈ വിദ്യാർത്ഥി എന്ന് പറയുന്നത് എന്താണ്, ഒരു ടാബുലാ രസയാണ്, പാസീവ് റെസ്പോണ്ടർ ആണ്. അതിനകത്ത് ടീച്ചർ ആക്റ്റീവ് ആണ് അല്ലെ, ടീച്ചർക്കാണ് അതോറിറ്റി ഉള്ളത്. അപ്പൊ ഇവിടെ ഇതൊരു ടീച്ചർ സെന്റേർഡ് ടീച്ചിങ് ആണെന്നുള്ളത് മനസ്സിലാക്കണം. അതായത് ഇവിടെ ആർക്കാണ് മോണോപ്പൊളി ഉള്ളത്, അല്ലെങ്കിൽ ആർക്കാണ് പവർ ഉള്ളത്, ടീച്ചർക്കാണ്. കുട്ടി എന്താണ്, ടീച്ചർ എന്താണോ പറയുന്നത് അതനുസരിക്കുന്ന, അത് കേൾക്കുന്ന ഒരാൾ മാത്രമാണ്. പാസീവായിട്ട് അത് റിസീവ് ചെയ്യാനിരിക്കുകയാണ്. ഓക്കെ, ഇനി വലിയ ക്ലാസ് ആകും തോറും സ്റ്റുഡന്റ് സെന്റേർഡ് ആവും. അതായത് കുട്ടിക്ക് തനിയെ ചെയ്യാൻ പറ്റും, ടീച്ചർ വെറുതെ ഒരു സപ്പോർട്ടർ ആയിട്ട് നിന്നാൽ മതി. ഓക്കെ, അപ്പൊ അതാണ് തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ബിഹേവിയറിസ്റ്റ് മോഡൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് ടീച്ചർ സെന്റേർഡ് ആണ് എന്നുകൂടി മനസ്സിലാക്കുക. ടീച്ചർ സെന്റേർഡ് എന്ന് പറയുന്നത് അവിടെ കൂടുതൽ പവർ ആർക്കായിരിക്കും, ടീച്ചറിനായിരിക്കും. ഇനി വിദ്യാർത്ഥിക്കാണ് കൂടുതൽ പവർ എങ്കിൽ, അല്ലെങ്കിൽ വിദ്യാർത്ഥിയുടെ റോള് കുറച്ചും കൂടെ ആക്റ്റീവ് ആണെങ്കിൽ അതിന് നമ്മൾ സ്റ്റുഡന്റ് സെന്റേർഡ് എന്നാണ് പറയാം. അപ്പൊ PG പഠനങ്ങളൊക്കെ നമുക്ക് സ്റ്റുഡന്റ് സെന്റേർഡ് ആണെന്ന് പറയാം അല്ലെ. ടീച്ചർ ഒരു ഫെസിലിറ്റേറ്റർ മാത്രമാണ്, ടീച്ചർ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ മാത്രമാണ്. ഓക്കെ, അപ്പൊ ബിഹേവിയറിസ്റ്റ് മോഡൽ ഓഫ് ടീച്ചിങ് ടീച്ചർ സെന്റേർഡ് ആണെന്ന് കൂടി ഇതിന്റെ കൂട്ടത്തിൽ മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ എന്താണ് ബിഹേവിയറിസ്റ്റ് മോഡൽ ഓഫ് ടീച്ചിങ് എന്ന് മനസ്സിലായല്ലോ. മനസ്സിലായെങ്കിൽ ഒരു തംസപ്പ് എന്ന് തന്നാൽ. ഓക്കെ, യെസ്, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ ക്രിറ്റിസിസം, അതായത് ഇവിടെ ബിഹേവിയറിസ്റ്റ് മോഡൽ ഓഫ് ടീച്ചിങ്ങിന്റെ ക്രിറ്റിസിസം അല്ലാത്തത്. ഓക്കെ, ബാക്കിയെല്ലാം അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതാണ്. ഓക്കെ, നോക്കാം ഓരോന്നായിട്ട്. ഇറ്റ് ഡസൻ ടേക്ക് ഇൻ ടു അക്കൗണ്ട് ഇമ്പോർട്ടന്റ് ഇന്റേണൽ പ്രോസസ് ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ മൈൻഡ്. ഇറ്റ് ഡസൻ ടേക്ക് ഇൻ ടു അക്കൗണ്ട് എന്നാണ്, അത് എടുക്കുന്നില്ല. അതായത് ഒരു കുട്ടിയുടെ ഇന്റേണൽ പ്രോസസ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ ക്രിറ്റിസിസം അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്, അത് ക്രിറ്റിസിസം ആണ് അല്ലെ. ക്രിറ്റിസിസം അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഇറ്റ് ഈസ് നോട്ട് അപ്രോപ്രിയേറ്റ് ഫോർ ഹയർ ഓർഡർ ലേണിംഗ്. ഹയർ ഓർഡർ ലേണിംഗിന് ഇത് ഒന്നുകൂടെ പറയാം. അതായത് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ബിഹേവിയറിസ്റ്റ് മോഡൽ ഓഫ് ടീച്ചിങ്ങിന്റെ ക്രിറ്റിസിസം അല്ലാത്തത്. അപ്പൊ ക്രിട്ടിസൈസ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ്, അതിന്റെ നെഗറ്റീവ് സൈഡ് പറയുന്നതാണ്. അപ്പൊ ബാക്കിയെല്ലാം നെഗറ്റീവ് സൈഡ് പറയുന്നതാണ്, ഒരെണ്ണം മാത്രം നെഗറ്റീവ് സൈഡ് പറയുന്നതല്ല. മനസ്സിലായോ? അപ്പൊ ഒന്നാമത്തെ കാര്യം പറഞ്ഞേക്കുന്നത് ഇറ്റ് ഡസൻ ടേക്ക് ഇൻ ടു അക്കൗണ്ട് ഇമ്പോർട്ടന്റ് ഇന്റേണൽ പ്രോസസ് ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ മൈൻഡ്. അതായത് ഒരു കുട്ടിയുടെ മനസ്സിൽ നടക്കുന്ന ഇന്റേണൽ പ്രോസസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. എന്ത്, ബിഹേവിയർ മോഡൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. അത് ശരിയാണ്, അത് അതിന്റെ ക്രിറ്റിസിസം ആണ്. ക്രിറ്റിസിസം അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഇന്റേണലി ഒരു കുട്ടിയുടെ മനസ്സിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അതായത് ഒരു കുട്ടിയെ കൊണ്ട് ഒരു സ്വഭാവം പഠിപ്പിക്കുക എന്നുള്ളതാണ്. ആ കുട്ടി അതിനെങ്ങനെ എടുക്കുന്നു എന്നുള്ളത് നോക്കുന്നില്ല. അതായത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ബ്രഷ് ചെയ്യണം എന്ന് നമ്മൾ കുട്ടിയെ പഠിപ്പിക്കുകയാണ്. അവിടെ ആ കുട്ടി അതിനെങ്ങനെയാണ് റിസീവ് ചെയ്യണത്, ആ കുട്ടിക്ക് അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ആ കുട്ടിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തെങ്കിലും അങ്ങനെയുള്ള ആ കുട്ടിയുടെ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റി ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ല അല്ലെ. ബിഹേവിയറിസ്റ്റ് മോഡൽ ഓഫ് ടീച്ചിങ്ങിൽ ടീച്ചർ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഒരു സ്വഭാവം ആ കുട്ടിയെ പഠിപ്പിക്കുക. ഓക്കെ, അപ്പൊ ആ കുട്ടിയുടെ മനസ്സിലുള്ള ഇന്റേണൽ പ്രോസസ്സിനെ ഒന്നും എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. അപ്പൊ അതൊരു ക്രിറ്റിസിസം ആണ്. ക്രിറ്റിസിസം അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിയേ. ഇറ്റ് ഈസ് നോട്ട് അപ്രോപ്രിയേറ്റ് ഫോർ ഹയർ ഓർഡർ ലേണിംഗ്. ഹയർ ഓർഡർ ലേണിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, കുറച്ചുകൂടി ഗഹനമായിട്ടുള്ള പഠനത്തിന് ബിഹേവിയറിസ്റ്റ് മോഡൽ നടക്കില്ല. കാരണം എന്താണ്, അവിടെ ടീച്ചർ പറയണത് ഇത് ഇങ്ങനെ ചെയ്താൽ മതി, വേറെ ഒന്നും ചോദിക്കണ്ട. അപ്പൊ ബിഹേവിയറിസ്റ്റ് മോഡൽ ആണെങ്കിൽ എന്താ പറയാ, അതായത് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ കൈ കഴുകണം. അപ്പൊ ചിലപ്പോ നമ്മള് ചെറിയ കുട്ടിയെ എന്തിനാ കഴുകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കഴുകിയിട്ടില്ലെങ്കിൽ അസുഖം വരും എന്നല്ലാതെ ആ കുട്ടിക്ക് ചിന്തിക്കാനുള്ള സ്പേസോ അങ്ങനെയുള്ളതൊന്നും ഇല്ല അവിടെ. അപ്പൊ ഒരു ഹയർ ഓർഡർ ലേണിംഗ്, അതായത് ഇപ്പൊ ഒരു മാത്സിൽ ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി,
ഈ ഇക്വേഷൻ ഉപയോഗിച്ച് അതിന് ആൻസർ കിട്ടും. അങ്ങനെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. ബിഹേവിയറിസ്റ്റ് മോഡൽ ഓഫ് ടീച്ചിങ് നമുക്ക് ഒരിക്കലും ഒരു ഹയർ ഓർഡർ ലേണിംഗിന് സാധ്യമല്ല. ഇത് കൂടുതലും ചെറിയ ക്ലാസ്സിൽ കുട്ടികളെ ഒരു സ്വഭാവം പഠിപ്പിക്കാൻ, ഒരു നല്ല ശീലം പഠിപ്പിക്കാൻ ഒക്കെ മാത്രമേ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഒരു ഹയർ ഓർഡർ ലേണിംഗ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒരു എന്താണ്, ഇപ്പൊ ഒരു വലിയൊരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്യുക, ഫിസിക്സിൽ ഒരു തിയറി പഠിപ്പിക്കുക, ഇതിനകത്തൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ബിഹേവിയറിസ്റ്റ് മോഡൽ ഓഫ് ടീച്ചിങ് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അതും അതിന്റെ ക്രിറ്റിസിസം ആണ്. ക്രിറ്റിസിസം അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി നാലാമത്തെ കൂടെ പറഞ്ഞിട്ട് മൂന്നാമത്തെ, അതായത് കറക്റ്റ് ആൻസറിലേക്ക് വരാം. ലേണിംഗ് ഈസ് സംടൈംസ് ബിയോണ്ട് അസോസിയേഷൻ ബിറ്റ്വീൻ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ്. അതായത് ഇവിടെ ഈ പറയുന്ന ബിഹേവിയറിസ്റ്റ് മോഡൽ ഓഫ് ടീച്ചിങ്ങിൽ രണ്ട് കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ്. ഞാനൊരു സ്റ്റിമുലസ് കൊടുക്കുന്നു, വിദ്യാർത്ഥി എനിക്കൊരു റെസ്പോൺസ് തരുന്നു, അല്ലെ? ഇവിടെ സ്റ്റിമുലസ് റെസ്പോൺസ് എന്നുള്ള ഒരു പ്രോസസ്സിലൂടെ മാത്രമാണ് എന്താണ് വിദ്യാഭ്യാസം നടക്കുന്നത്. ഇതല്ലാതെയും കുറേ തരത്തിലുള്ള ലേണിംഗ് ആവശ്യമുള്ള മേഖലകളുണ്ട്. അപ്പൊ അവിടെ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഈ ബിഹേവിയറിസ്റ്റ് മോഡൽ ഉപയോഗിക്കാൻ പറ്റില്ല. അതായത് നാളെ ഈ എന്താണ് കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അടി കിട്ടും. അപ്പൊ ആ അടിയാണ് അവിടുത്തെ സ്റ്റിമുലസ്. അപ്പൊ ആ അടി കിട്ടും എന്ന് പേടിച്ചിട്ട് കുട്ടി എന്ത് ചെയ്യുവാണ്, കൈ കഴുകുവാണ്. അപ്പൊ അവിടെ അത് ഒരു സ്റ്റിമുലസും ആ സ്റ്റിമുലസിനുള്ള ഒരു റെസ്പോൺസും ആണ്. അപ്പൊ എല്ലാ തരത്തിലുള്ള ലേണിങ്ങിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ ലേണിംഗ് ഈസ് സംടൈംസ് ബിയോണ്ട്, അല്ലെ? ചില സമയത്ത് ലേണിംഗ് എന്ന് പറയുന്നത് ഈ സ്റ്റിമുലസ് റെസ്പോൺസ് തമ്മിലുള്ള ബന്ധം മാത്രമായിരിക്കില്ല. ഇപ്പൊ ഒരു മാത്സ് ഒരു പ്രോബ്ലം പഠിപ്പിക്കുന്ന സമയത്ത് സ്റ്റിമുലസ് റെസ്പോൺസ് അല്ല അവിടെ വരുന്നത്, അല്ലെ? അപ്പൊ അത് അതിന്റെ ഒരു ക്രിറ്റിസിസം ആണ്. അപ്പൊ എല്ലാ കാര്യത്തിനും നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റില്ല, ബിഹേവിയറിസ്റ്റ് മോഡൽ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അതൊരു ക്രിറ്റിസിസം ആണ്. ക്രിറ്റിസിസം അല്ലാത്തത് എന്താണെന്നാണ് ചോദിച്ചത്, അല്ലെ? ഇറ്റ് ഈസ് നോട്ട് അപ്രോപ്രിയേറ്റ് ഫോർ ലോവർ ഓർഡർ ലേണിംഗ് എന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടു, ഹയർ ഓർഡർ ലേണിംഗിനാണ് ഈ പറയുന്ന ഏത് സാധ്യമല്ലാത്തത്, ബിഹേവിയറിസ്റ്റ്. ലോവർ ഓർഡർ ലേണിംഗിന് നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഈ ബിഹേവിയറിസ്റ്റ് മോഡൽ ഓഫ് ടീച്ചിങ് നമുക്ക് ഉപയോഗിക്കാം. ക്ലിയർ ആണോ? അപ്പൊ ലോവർ ഓർഡർ ലേണിംഗിന് അപ്രോപ്രിയേറ്റ് അല്ല എന്ന് പറയുന്നത് തെറ്റാണ്. അത് അതിന്റെ ക്രിറ്റിസിസം അല്ല, അത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. ശരിയായിട്ടുള്ള കാര്യത്തിൽ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യില്ലല്ലോ, തെറ്റാണെങ്കിലല്ലേ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുള്ളൂ. അപ്പോ അത് ശരിയായിട്ടുള്ള കാര്യമാണ്. നോട്ട് അപ്രോപ്രിയേറ്റ് ഫോർ ലോവർ ഓർഡർ ലേണിംഗ് എന്ന് പറയുന്നത് തെറ്റാണ്, അതാണ് ക്രിറ്റിസിസം. ബാക്കിയുള്ളതെല്ലാം ശരിയാണ്. ക്ലിയർ ആണോ? ഓക്കെ, അവിടെ കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടോ? നമ്മളെടുത്ത് പറഞ്ഞേക്കുന്നത് ബിഹേവിയറിസ്റ്റ് മോഡൽ ഓഫ് ടീച്ചിങ്ങിന്റെ ക്രിറ്റിസിസം അല്ലാത്തത് എന്ന് പറയുമ്പോ എന്താണ്, അത് ശരിയായിട്ടുള്ളത് എന്നുള്ളതാണ്. അത് അതിന്റെ ക്രിറ്റിസിസം എന്ന് പറയാൻ പറ്റില്ല, അല്ലെ? ഓക്കെ, ഇനി ഹയർ എഡ്യൂക്കേഷനിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു NEP 2020 വളരെ ഇമ്പോർട്ടന്റ് ആണ്, NEP 2020 നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് NEP 2020യിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. പുതിയ വിദ്യാഭ്യാസ നയം ഉണ്ടല്ലോ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള, അതായത് MPhil എടുത്തു കളയുക, ഡിഗ്രി 4 വർഷമാക്കുക, ഇതൊക്കെ ഈ NEP 2020യുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോ നമുക്ക് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് arrange the following phrases in the vision of National Education Policy 2020 in the correct sequence of their appearance. അതായത് ഓർഡറിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. NEP 2020യിലെ ഓരോ വിഷൻ എന്ന് വെച്ചാൽ എന്താണ്, ലക്ഷ്യങ്ങൾ, അല്ലെ? അപ്പം ഇതിനകത്ത് ആദ്യം പറയുന്നത് an education system rooted in Indian ethos. ഇന്ത്യൻ ഈത്തോസ് എന്ന് പറയുന്നത് എന്താണ്, ഇന്ത്യൻ സിസ്റ്റം അനുസരിച്ചിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ആയിരിക്കണം കൊടുക്കേണ്ടത്. അതായത് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ അല്ല, ഇന്ത്യൻ ഈത്തോസിൽ, അതായത് ഇന്ത്യൻ എത്തിക്സിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് NEP 2020യിലാണ്. ഓക്കെ, സീക്വൻസിലാണ്. അപ്പൊ ആദ്യം പറയുന്ന കാര്യം അതാണ്. അതായത് NEP 2020യുടെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു ഓർഡർ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, NEP 2020യുടെ റിപ്പോർട്ട് നിങ്ങളൊന്ന് വായിച്ചിരിക്കണം. കാരണം അതിൽ നിന്ന് ചോദ്യങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ NEP 2020യുടെ റിപ്പോർട്ട് നിങ്ങൾ, എനിക്കൊന്ന് 35-40ഓളം പേജാണ് NEP 2020 ഉള്ളത്. അത് പതുക്കെ ഓരോ ദിവസം ഒരു 2-3 പേജ് വെച്ച് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വായിച്ചു തീർക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ആ NEP 2020യുടെ റിപ്പോർട്ട് ഒന്ന് പ്രിന്റ് എടുത്ത് നിങ്ങൾ വായിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പൊ ആദ്യം പറയുന്നത് എന്താണ്, എഡ്യൂക്കേഷൻ സിസ്റ്റം റൂട്ടഡ് ഇൻ ഇന്ത്യൻ ഈത്തോസ്, അതാണ് ആദ്യം. പിന്നെ
ട്രാൻസ്ഫോമിംഗ് ഭാരത് ഇൻ ടു ആൻ ഇക്വിറ്റബിൾ ആൻഡ് വൈബ്രന്റ് നോളജ് സൊസൈറ്റി. ഭാരത് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഭാരതത്തിനെ അല്ലെങ്കിൽ ഇന്ത്യയെ എന്തായിട്ട് ട്രാൻസ്ഫോം ചെയ്യണം? ഒരു വൈബ്രന്റ് നോളേജ് സൊസൈറ്റി. ഇതും പറയുന്നുണ്ട്, നോളേജ് സൂപ്പർ പവർ ആക്കണം എന്ന് പറയുന്നുണ്ട്. NEP 2020 പറയുന്ന മറ്റൊരു കാര്യമാണ് ഇന്ത്യയെ ഒരു ഗ്ലോബൽ നോളേജ് സൂപ്പർ പവർ ആക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് രണ്ടാമത്തെ കാര്യമാണ്. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്താണ്? ഇന്ത്യൻ ഈത്തോസിൽ ഊന്നിക്കൊണ്ടുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. രണ്ടാമത്തെ കാര്യം എന്താണ്? ഭാരതത്തിനെ ഒരു വൈബ്രന്റ് നോളേജ് സൊസൈറ്റി ആക്കണം. പിന്നെന്താണ്? ഡെവലപ്പിംഗ് എ ഡീപ് സെൻസ് ഓഫ് റെസ്പെക്ട് ടുവേർഡ്സ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടിയോടും കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസിനോടും ഒക്കെ റെസ്പെക്ട് ഉള്ള തരത്തില് ഒരു എഡ്യൂക്കേഷൻ എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്തെടുക്കണം. അതായത് ഓരോ വിദ്യാർത്ഥിക്കും എന്താണ് ഇന്ത്യയെ പറ്റി, ഇന്ത്യയുടെ ഭരണഘടനയെ പറ്റി, ഇന്ത്യയുടെ എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റി, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ പറ്റി, അല്ലെ, മൗലിക കടമകളെ പറ്റിയിട്ട് ബോധ്യമുള്ള ഒരു പൗരന്മാരാക്കിയിട്ട് വളർത്തണം കുട്ടികളെ എന്നുള്ളത് NEP 2020 പറയുന്നതാണ്. ഓക്കെ, അതായത് പൗരബോധമുള്ള വിദ്യാർത്ഥികളെ വാർത്തെടുക്കുക എന്നുള്ളത് NEP 2020 ഒരു ആശയമാണ്. ഓക്കെ, പിന്നെ പറയുന്നത് കോൺഷ്യസ് അവയർനെസ് ഓഫ് വൺസ് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഇൻ എ ചേഞ്ചിങ് വേൾഡ്. അതായത് മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തില് ഓരോരുത്തരുടെയും റോള് എന്താണെന്ന് തിരിച്ചറിയാൻ സഹായിക്കാം. അതാണ് അടുത്ത വരുന്നത്. പിന്നെ വരുന്നത് ഇൻസ്റ്റില്ലിംഗ് എമംഗ് ലേണേഴ്സ് എ ഡീപ് റൂട്ടഡ് റൈഡ് ഇൻ ബീയിങ് ഇന്ത്യൻ. അതായത് ഒരു ഇന്ത്യക്കാരനാണെന്നുള്ള ബോധ്യം ഓരോ വിദ്യാർത്ഥിയുടെയും ഉള്ളില് എന്ത് ചെയ്യുക? ഊട്ടി ഉറപ്പിക്കുക എന്ന് പറയുന്നതും ഈ പറയുന്ന NEP 2020. അപ്പൊ ആ റിപ്പോർട്ടില് പരാമർശിച്ചിട്ടുള്ള ഓർഡർ ആണ് ഈ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയും ചോദ്യങ്ങൾ ചോദിക്കാം. അതായത് വളരെ എന്താണ് ആ ഒരു റിപ്പോർട്ട് വായിച്ച ഒരാൾക്ക് മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എന്താണ് ചോദ്യമാണിത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയും ചോദിക്കാം. അപ്പൊ ആദ്യം B, D, C, A, E ആ ഒരു ഓർഡറിലാണത് പറയുന്നത്. അതായത് NEP 2020 ഈ ഓരോ പോയിന്റുകളും അപ്പിയർ ചെയ്യുന്ന ഓർഡർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതൊക്കെ കുറച്ച് എന്താണ് ഭയങ്കര ഇൻഡെപ്ത് ആയിട്ട് ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പൊ ഇതിപ്പോ നമുക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനൊക്കെ വരുള്ളൂ. അപ്പൊ അത് നിങ്ങൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്യണം. ഒരു ചോദ്യം ഇതുപോലെ ഒരു മനുഷ്യനും എഴുതാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ചോദ്യം ഉണ്ടാവും. അപ്പൊ അത് നിങ്ങൾ വറീഡ് ആവണ്ട. കാരണം അത് നിങ്ങൾക്കെന്നല്ല, ലോകത്തിൽ ആർക്കും എഴുതാൻ പറ്റാത്തൊരു ചോദ്യമാണത്. അപ്പൊ അതിനെ കുറിച്ച് ഓർത്ത് വറീഡ് ആവണ്ട. കാരണം ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ആ റിപ്പോർട്ട് വായിച്ച ഒരാൾക്കാണെങ്കിൽ പോലും ഇതിനകത്ത് ആദ്യം പറഞ്ഞ ഏതാ, രണ്ടാമത് പറഞ്ഞ ഏതാ ഒന്നും അത്രയൊന്നും ഓർത്തിരിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ളതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഒരു മനോധർമ്മം പോലെ അങ്ങ് ആൻസർ ചെയ്യുക. ഞാൻ അത്രേ പറയുള്ളൂ. കാരണം അതിനകത്ത് റിപ്പോർട്ട് കാണാതെ പഠിക്കാനും നമുക്ക് പറ്റില്ല. അപ്പൊ ഇത് എന്താണ്, എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഭാഗ്യമുള്ളവർക്ക് കറക്കി കുത്തിയത് കറക്റ്റ് ആവും, അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടത്. എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും ഉണ്ടാവും. പക്ഷെ ഇങ്ങനത്തെ ക്വസ്റ്റ്യനെ കുറിച്ച് ഓർത്തിട്ട് വറീഡ് ആവണ്ട. കാരണം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കും. കാരണം ആരും ഇത് മറ്റേ ചിട്ടി റോബോ പോലെ ഒരു ബുക്ക് കാണുന്ന സമയത്ത് അതേപോലെ തന്നെ നമുക്ക് കാണാതെ പഠിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം? എന്താണ് നമുക്ക് നമ്മുടെ ഒരു ലോജിക്ക് വെച്ചിട്ട് ഏതാണ് ആൻസർ വരുന്നത് എന്നുള്ളത് അങ്ങ് കറക്കി കുത്തുക. കാരണം നമുക്ക് നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ ഇതൊന്നും വറീഡ് ആവണ്ട. ഇത് ചിലര് അയ്യോ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുക, ഇങ്ങനെയൊക്കെ പഠിക്കണോ? ഇങ്ങനെയൊന്നും പഠിക്കണ്ട. ഇങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് എല്ലാവർക്കും ടഫാണ്. അതുകൊണ്ട് അത് നമ്മുടെ റാങ്ക് മേക്കിങ്ങിൽ അല്ലെങ്കിൽ നമ്മുടെ മാർക്കിന് വലിയൊരു വ്യത്യാസമൊന്നും ഉണ്ടാക്കില്ല. കാരണം നമുക്ക് മാത്രമല്ല, എല്ലാവർക്കും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. ഓക്കെ, പക്ഷെ എല്ലാവർക്കും അറിയാവുന്നത്, എല്ലാവരും എഴുതുന്നതും നമ്മൾ എഴുതിയിട്ടില്ലെങ്കിൽ അവിടെ നമ്മുടെ റിസൾട്ടിനെ ബാധിക്കും. പക്ഷെ ആർക്കും അറിയാത്തത് എഴുതിയില്ല എന്ന് ഓർത്തൊരു മാറ്റം വരാൻ പോകുന്നില്ല. അതിന് എനിക്ക് മാർക്ക് കിട്ടുന്നില്ല, നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നില്ല. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുപോലെയാണ്. അപ്പൊ അതുകൊണ്ട് അത് വറീഡ് ആവണ്ട. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ പാനിക് ആവരുത്. ഇത് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ എന്താണ് ഒരു പുട്ടിൽ പീരീഡ് എന്ന പോലെ അവരിടുന്നതാണത്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പീപ്പിൾ ഡെവലപ്മെന്റ് എൻവയൺമെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൺവെൻഷൻസും പ്രോട്ടോകോളുകളും അത് എന്തുമായി ബന്ധപ്പെട്ടതാണെന്നും എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഒന്നാമത്തെ മോൺട്രിയൽ പ്രോട്ടോകോൾ ആണ്. മോൺട്രിയൽ പ്രോട്ടോകോള് ഓസോൺ ലെയർ ഡിപ്ലീഷനുമായി ബന്ധപ്പെട്ടാണ്. അതായത് ഓസോൺ പാളിയിൽ വിള്ളല് വീഴുന്നതുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള ഒരു പ്രോട്ടോകോൾ ആണ് മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്
എന്താണ് ഓർത്തിരിക്കാൻ ഒരു വഴിയുണ്ട്. മോനെ ഓസോണെ എന്ന് ഓർത്താലും മതി. അതായത് ഇങ്ങനെ കുറെ പ്രോട്ടോകോളുകൾ ഉണ്ടാവുമ്പോഴേ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ മറന്നു പോകും. അപ്പൊ ഇടയ്ക്ക് ചില കോഡുകളൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് മറന്നു പോകുന്നു എന്ന് തോന്നുന്ന സമയത്ത് ചില കോഡുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഒരു ഫുള്ള് കോഡ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കോഡ് ഓർത്തിരിക്കാൻ നമ്മൾ വേറെ കോഡ് ഉണ്ടാക്കേണ്ടി വരും. അപ്പൊ നമ്മൾ കോഡ് മാക്സിമം കുറയ്ക്കുക. ഞാൻ ഒരിക്കലും കോഡ് പ്രൊമോട്ട് ചെയ്യില്ല, പക്ഷെ ഞാൻ കോഡുകൾ ഉപയോഗിച്ചിട്ടുണ്ട് പഠിക്കുന്ന സമയത്ത്. പക്ഷെ ഒരുപാട് കോഡുകൾ ഉപയോഗിക്കാറില്ല. കാരണം ഒരുപാട് കോഡുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ ആ കോഡ് എന്തിന്റെ കോഡായിരുന്നു എന്ന് മറന്നുപോകും. അപ്പൊ അതുകൊണ്ട് ഒരു ഉപയോഗം ഇല്ലാണ്ടായി പോകും. അതായത് ഒരു രീതിയിൽ നമുക്കിപ്പോ ചിലത് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. എനിക്കിപ്പോ ഈ കൺവെൻഷൻസ് എപ്പോഴും കൺഫ്യൂഷൻ ഉള്ളൊരു കാര്യമാണ്. അപ്പൊ ഞാൻ കൺവെൻഷന്റെ കേസിൽ ചിലതിന്റെ കേസിൽ മാത്രം ചില കോഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കോഡുകളാണ്. അപ്പൊ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കോഡുകൾ നിങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ മോൺട്രിയൽ പ്രോട്ടോകോൾ എനിക്ക് എപ്പോഴും മാറിപ്പോകും. അപ്പൊ ഞാൻ മോനെ ഓസോണെ എന്ന് ആണ് പഠിച്ചേക്കുന്നത്. അപ്പൊ മോൺട്രിയൽ എന്ന് പറയുന്നത് ഓസോൺ ലെയർ ഡിപ്ലീഷനുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് സ്റ്റോക്ക്ഹോം ആണ്. സ്റ്റോക്ക്ഹോം പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടന്റ് ആണ്. ഇതും ഞാൻ ഓർത്തിരിക്കാൻ ഒരു ടെക്നീക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്താണ്? കുറെ കാലം കെട്ടിക്കിടക്കുന്നതാണ് അല്ലെ സ്റ്റോക്ക്. അത് എന്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. അതായത് ഞാൻ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്. പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടന്റ് എന്ന് പറയുന്നതും അതുപോലെ തന്നെയാണ്. പെർസിസ്റ്റന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ നാള് ഭൂമിയിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന തരത്തിലുള്ള പൊല്യൂട്ടൻസിനെയാണ് പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടന്റ് അഥവാ POP എന്ന് പറയാം. അപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ DDT. പണ്ട് നമ്മൾ ഈ ഉറുമ്പിനൊക്കെ ഇടുന്ന പൊടി അല്ലെ, DDT ഇടുമായിരുന്നു. അപ്പൊ ഈ DDTയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ DDT മാത്രമല്ല, ഇതുപോലെ കുറെ കെമിക്കൽസ് ഉണ്ട്. അതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരിക്കലും നശിച്ചു പോവില്ല. അതായത് ഇത് നമ്മുടെ മണ്ണിൽ നമ്മൾ എന്തെങ്കിലും ഉറുമ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസെക്റ്റിനെയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ DDT ഇടുകയാണെങ്കിൽ ഈ മണ്ണിൽ അതിങ്ങനെ ലയിക്കാതെ ഇങ്ങനെ കിടക്കും, കാലങ്ങളോളം ഇങ്ങനെ കിടക്കും. അപ്പൊ ഈ മണ്ണില് ഏതെങ്കിലും ഒരു ജീവിയുണ്ട്, ഇപ്പൊ ഒരു കോഴി എന്താണ് ആ DDT ഉള്ള ആ ഒരു ഭാഗം എന്നുള്ള സംഭവം കഴിച്ചു. അപ്പൊ ഈ കോഴിയുടെ ബോഡിയിലേക്ക് DDT കയറും. ഓക്കെ, അപ്പൊ ഈ കെമിക്കൽസ് ബോഡിയിൽ കടന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ട്രോഫിക് ലെവലിൽ നിന്ന് അടുത്ത ട്രോഫിക് ലെവലിലേക്ക് വരുമ്പോഴത്തേക്കും ഈ കെമിക്കല് ഡബിൾ ആവും. അതായത് ഇപ്പൊ കോഴി DDT അടങ്ങിയ ആ ഭാഗത്തു നിന്നുള്ള ഭക്ഷണം കോഴി കഴിച്ചു. ഓക്കെ, ഇനി ഈ കോഴിയിലേക്ക് ഈ DDT കയറി. ഇനി ഈ കോഴീനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഈ കോഴീനെ കൊന്ന് കറി വെച്ച് കഴിക്കുകയാണ്. അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോഴിയില് ഉണ്ടായിരുന്ന DDT നമ്മുടെ ബോഡിയിലേക്ക് വരുമ്പോഴത്തേക്കും അതിന്റെ ഡബിൾ ആവും. അതിന് നമ്മൾ ബയോ അക്യുമുലേഷൻ എന്നാണ് പറയാം. ബയോ മാഗ്നിഫിക്കേഷൻ, ബയോ അക്യുമുലേഷൻ എന്നൊക്കെ പറയും. അതുകൊണ്ടാണ് നമ്മൾ ഈ മീന്, എന്തെങ്കിലുമൊക്കെ വിഷാംശമുള്ള മീന് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാവുന്നത്. കാരണം മീനിന്റെ ബോഡിയിലേക്ക് എത്തിയപ്പോൾ അതിനകത്ത് കുറച്ച് കെമിക്കൽ ഉണ്ട്. അത് അടുത്ത ട്രോഫിക് ലെവൽ എന്ന് പറയുമ്പോൾ ഫുഡ് ചെയിനിൽ ആ മീനിനെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ അടുത്ത ട്രോഫിക് ലെവലാണ് അല്ലെ, അടുത്ത ലെവലാണ്. ആ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ അതിന്റെ മീനിന്റെ ബോഡിയിൽ ഉണ്ടായിരുന്നതിന്റെ ഡബിൾ ആവും. ഓക്കെ, അപ്പൊ അതുപോലെ പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ് നമ്മുടെ ഭൂമിയിലുണ്ട്. അപ്പൊ ഈ പെർസിസ്റ്റന്റ് എന്ന് പറയുന്നത് ഇത് വളരെ സ്റ്റേബിൾ ആണ്, ഒരു റിയാക്ഷനും പോവാതെ അതിങ്ങനെ കിടക്കും. അതായത് ഇപ്പം ചില ആൾക്കാർ കണ്ടിട്ടില്ലേ, അതായത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് ഒരാളുമായിട്ട് അതായത് നമ്മൾ എപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ വലിയ കാര്യത്തിൽ ഇടപെടില്ല. അതുപോലെ ഈ പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടന്റ് ഒരു റിയാക്ഷനും പോവില്ല, അതിന് തന്നെ ഇങ്ങനെ നിൽക്കാൻ പറ്റും. ചില കെമിക്കൽസ് ഉണ്ട് അതിന് തന്നെ നിൽക്കാൻ പറ്റില്ല, അപ്പൊ അത് റിയാക്ഷനിൽ പങ്കെടുത്തോണ്ടേയിരിക്കും, അപ്പൊ അതിന് രൂപമാറ്റം സംഭവിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടന്റോ അത് കെമിക്കലി സ്റ്റേബിൾ ആണ്, അപ്പൊ അതിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റും. അപ്പൊ അത് ഇങ്ങനെ എന്താണ്, അങ്ങനെ കട്ടൊക്കെ സ്ട്രോങ് ആയിട്ട് അവിടെ നിൽക്കും, അതൊരിക്കലും നശിച്ചു പോവില്ല. അപ്പൊ അത്തരത്തിലുള്ളതാണ് പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടന്റ് എന്ന് പറയുന്നത്. അപ്പൊ പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടന്റ് എന്ന് പറയുമ്പോൾ കുറെ കാലം ഇങ്ങനെ നിൽക്കുന്നതാണ്, സ്റ്റോക്ക് ആക്കി വെച്ചേക്കുന്നതാണ്. അപ്പൊ അതെന്താണ്, സ്റ്റോക്ക്ഹോം കൺവെൻഷൻ എന്ന് പറയുന്നത് പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൺവെൻഷൻ ആണ്. ഇപ്പൊ മോൺട്രിയൽ പ്രോട്ടോകോൾ ഓസോണെ നമ്മൾ പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടന്റ് സ്റ്റോക്ക് ആക്കി വെച്ചിട്ടുണ്ട് അല്ലെ, സ്റ്റോക്ക്ഹോം കൺവെൻഷൻ. ഇനി അടുത്തത് ക്യോട്ടോ പ്രോട്ടോകോൾ ആണ്. ക്യോട്ടോ പ്രോട്ടോകോൾ ഗ്ലോബൽ വാർമിംഗുമായി ബന്ധപ്പെട്ടതാണ്. അതായത് അന്തരീക്ഷത്തിലെ ചൂട് കൂടുന്നത്. ക്യോട്ടോ പ്രോട്ടോകോൾ എന്താണ്, ഗ്ലോബൽ വാർമിംഗുമായി ബന്ധപ്പെട്ടതാണ്. ഇനി ബേസൽ കൺവെൻഷൻ എന്ന് പറയുന്നത് ഹസാർഡസ് ആയിട്ടുള്ള വേസ്റ്റ് അതിന്റെ ഡിസ്പോസലുമായി ബന്ധപ്പെട്ടതാണ് ബേസൽ കൺവെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ഓക്കെ ആണല്ലോ. അപ്പൊ ഈ കൺവെൻഷൻസ് എന്താണെങ്കിലും ചോദിക്കും, ഏതെങ്കിലും രീതിയിൽ ഈ കൺവെൻഷൻസ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അപ്പൊ അത്
ഒന്നില്ലെങ്കിൽ ഈ കോഡ് വെച്ച് പഠിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഏതെങ്കിലും റിലേറ്റബിൾ ആയിട്ടുള്ള കോഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. ക്ലിയർ ആണോ? ഓക്കെ. ഇനി അടുത്തത് നമ്മുടെ ഇത് പറയുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ 2-3 കാര്യങ്ങൾ പറയാം. അതായത് ഇതിലേക്ക് താൻ നിങ്ങളെ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് എത്തുന്നതിന് മുന്നേ. അതായത് നമ്മുടെ ബ്രെയിനിന് 3 ഡൊമൈനുകളാണ്, അല്ലെങ്കിൽ ലേണിംഗ് 3 ഡൊമൈൻ ആയിട്ടാണ് നടക്കുന്നത്. ഓക്കെ, സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. 3 ഡൊമൈൻ ആയിട്ടാണ് ലേണിംഗ് നടക്കുന്നത്. കോഗ്നിറ്റീവ്, സൈക്കോമോട്ടോർ, അഫക്റ്റീവ്. ഓക്കെ, അപ്പൊ ഞാനിപ്പോ നിങ്ങളെ മാത്സ് പഠിപ്പിക്കുവാണ്. അപ്പൊ നിങ്ങളുടെ ലേണിംഗ് കോഗ്നിറ്റീവ് ഡൊമൈനിലായിരിക്കും നടക്കുന്നത്. അതായത് നമ്മുടെ തലച്ചോറ് ഉപയോഗിച്ച് നമ്മൾ ഒരു ലേണിംഗ് നടത്തുകയാണെങ്കിൽ അത് കോഗ്നിറ്റീവ് ഡൊമൈനിലായിരിക്കും ആ പഠനം നടക്കുന്നത്. ഓക്കെ, ബ്രെയിൻ, അതായത് ഏത് ഡൊമൈനാണത്? കോഗ്നിറ്റീവ് ഡൊമൈൻ വഴിയാണ് നമ്മൾ ആ ഒരു മാത്സിലെ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യാൻ പഠിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ നീന്താൻ പഠിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ തയ്യൽ പഠിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ കാർ ഓടിക്കാൻ പഠിക്കുകയാണ്. ഇതൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റി ആണ് അല്ലേ? അപ്പൊ ഇങ്ങനത്തെ ഫിസിക്കൽ ആക്ടിവിറ്റി, അതായത് സൈക്കോമോട്ടോർ ആണ് അത് വരിക. സൈക്കോമോട്ടോർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബോഡിലി മൂവ്മെന്റ് അല്ലെങ്കിൽ ബോഡി റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ പഠിക്കുന്നതാണെങ്കിൽ അത് ഏത് ഡൊമൈനിലായിരിക്കും വരിക? സൈക്കോമോട്ടോർ. അതായത് നമ്മൾ സൈക്കിൾ ചവിട്ടാൻ പഠിക്കുന്നത്, തയ്യൽ പഠിക്കുന്നത്, നീന്തൽ പഠിക്കുന്നത്, പിന്നെ ഗിറ്റാർ പഠിക്കുന്നത്, വയലിൻ പഠിക്കുന്നത്, ഇതൊക്കെ എന്താണ്? സൈക്കോമോട്ടോർ ഡൊമൈൻ ആണ്. ഓക്കെ, അപ്പൊ മാത്സ് പഠിക്കുമ്പോൾ നമുക്ക് തലച്ചോറാണ് വേണ്ടത് അല്ലേ? അവിടെ നമ്മൾ കയ്യും കാലും ഒന്നും പ്രവർത്തിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതെന്താണ്? അത് കോഗ്നിറ്റീവ് ഡൊമൈൻ ആണ്. കോഗ്നേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്റലക്ട് ആണ് അല്ലേ? തലച്ചോറ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മാത്സിൽ ഒരു പ്രോബ്ലം ചെയ്യുന്നത്. അതേസമയം നീന്തുമ്പോ നമ്മൾ എന്താണ്? തലച്ചോറ് ഉപയോഗിക്കേണ്ട, കയ്യും കാലൂട്ട് അടിച്ചാൽ മതി അല്ലേ? നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കയ്യും കാലൂട്ട് അടിച്ച് നീന്തി കഴിഞ്ഞാലേ നമുക്ക് നീന്താൻ പറ്റും. അപ്പൊ അവിടെ സൈക്കോമോട്ടോർ ഡൊമൈൻ ആണ് വർക്ക് ചെയ്യുന്നത്. ഇനി അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത് ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് വരുന്ന എന്തെങ്കിലും ഒരു പഠനം വരുമ്പോൾ അത് അഫക്റ്റീവ് ഡൊമൈനിലാണ് വരിക. അപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു കവിത പഠിക്കുവാണ്, അവിടെ ഫീലിങ്സും ഇമോഷൻസും ഒക്കെയാണ് വരുന്നത്. അത് ഏത് ഡൊമൈനിലായിരിക്കും? അഫക്റ്റീവ് ഡൊമൈനിലായിരിക്കും. അപ്പൊ ലേണിംഗ് ഇങ്ങനെ 3 ഡൊമൈനുകളിലായിട്ടാണ് നടക്കുന്നത്. അപ്പൊ ലേണിംഗിന്റെ ഒരു സ്വഭാവം അനുസരിച്ചിട്ട് ഏത് ഡൊമൈനിലാണ് പ്ലേസ് ചെയ്യുക എന്നുള്ളത് അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അത്രയും ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി കോഗ്നിറ്റീവ് ഡൊമൈനിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഓർഡർ ഉണ്ട്. ഓക്കെ, കോഗ്നിറ്റീവ് ഡൊമൈനിൽ എങ്ങനെയാണ് പഠനം നടക്കുന്നത് എന്നുള്ളതിന് ഒരു ഓർഡർ ഉണ്ട്. ഓക്കെ, അപ്പൊ അത് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. കോഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു കാര്യം പഠിക്കുകയാണ്. ഓക്കെ, അപ്പൊ അത് എങ്ങനെയാണ് പഠിക്കുക? ആദ്യം എന്തായിരിക്കും ചെയ്യുക? ആ ഒരു ഓർഡർ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആദ്യം വരിക നോളജ് ആണ്. ഓക്കെ, അതായത് ഇപ്പൊ ഞാൻ നിങ്ങളെ മാത്സ് പഠിപ്പിക്കുകയാണ്. ഡൊമൈൻ ഒന്നുകൂടെ പറയണോ? ഡൊമൈൻ എന്ന് പറയുന്നത് നമ്മൾ ലേണിംഗ് 3 ഡൊമൈനുകളിലായിട്ടാണ് നടക്കുന്നത്. ഓക്കെ, ഒന്നാമത്തെ ഡൊമൈൻ എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് ആണ്. തലച്ചോറ് ആവശ്യമായിട്ടുള്ള പഠനങ്ങളൊക്കെ കോഗ്നിറ്റീവ് ഡൊമൈനിലാണ് വരിക. അപ്പൊ ഒരു കണക്ക് പഠിക്കുകയാണെങ്കിൽ അത് കോഗ്നിറ്റീവ് ഡൊമൈനിലാണ് വരിക. ഇനി നീന്തൽ പഠിക്കുന്നത്, അതായത് നമ്മുടെ കൈയും കാലും, സൈക്കോമോട്ടോർ അല്ലെ, നമ്മുടെ മോട്ടോർ സ്കില്ല് അത് ഉപയോഗിക്കുന്ന ലേണിംഗ് ആണെങ്കിൽ അത് സൈക്കോമോട്ടോറിലാണ് വരിക. തയ്യൽ പഠിക്കുന്നത്, നീന്തൽ പഠിക്കുന്നത്, വയലിൻ പഠിക്കുന്നത്, ഗിറ്റാർ പഠിക്കുന്നത്, അതൊക്കെ എന്താണ്? നൃത്തം പഠിക്കുന്നത്, ഇതൊക്കെ സൈക്കോമോട്ടോറിലാണ് വരിക. ഇനി ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് വരുന്നത് അതെവിടെയാണ് വരിക? അത് അഫക്റ്റീവ് ഡൊമൈനിലാണ് വരിക. ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് എന്ന് പറയുമ്പോൾ ഒരു കവിത പഠിക്കുന്നു, അല്ലെങ്കിൽ ഒരു കഥ പഠിക്കുന്നു, അവിടെയൊക്കെ ഫീലിങ്സും ഇമോഷൻസും വരുന്നതാണ്. അപ്പൊ അതെവിടെ വരും? അഫക്റ്റീവ് ഡൊമൈനിൽ വരും. ഓക്കെ, ഇനി കോഗ്നിറ്റീവ് ഡൊമൈനിൽ എങ്ങനെയാണ് ലേണിംഗ് നടക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ഓർഡർ ആണ് പറയുന്നത്. അപ്പൊ ആദ്യം ഏതാണ്, രണ്ടാമത് ഏതാണ്, മൂന്നാമത് ഏതാണ്, അങ്ങനെ ഒരു ഓർഡർ ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞത് ശരിയാവോ നോക്കോ? അതായത് ഇപ്പൊ നമസ്കാരം ഉണ്ടല്ലോ, 5 നേരത്തെ നമസ്കാരം, ഓരോ നമസ്കാരത്തിന്റെ പേരുകൾ, അത് എത്ര റക്കാത്ത്, അതിന് ഒതു കൊടുക്കണം, ഒതുവിന്റെ രൂപ, ഇതൊക്കെ പഠിച്ചു വെക്കുമല്ലോ. പഠിക്കണത് കോഗ്നിറ്റീവ് ഡൊമൈൻ. ഇനി അത് ചെയ്യാം, ഓരോ നേരത്തെ അത് ചെയ്യണത് സൈക്കോമോട്ടോർ ഡൊമൈൻ. ഇനി അത് നമ്മൾ ഭക്തിയോട് കൂടി നമുക്കൊരു കണക്ഷൻ, അള്ളാഹുലേക്ക് ഒരു കണക്ഷൻ ഉണ്ടെന്ന് ഫീൽ ചെയ്ത് നമസ്കരിക്കുകയാണെങ്കിൽ അഫക്റ്റീവ് ഡൊമൈൻ. ശരിയാവോ? അത് കറക്റ്റ് ആണ്. നമ്മൾ ലേണിംഗിൽ ഏത് തരം ലേണിംഗ് ആണ് ഇവിടെ
എങ്ങനെയാണ് ഈ ലേണിംഗിൽ ഇത് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ ഈ എക്സാമ്പിൾ വെച്ച് പറഞ്ഞത്. അതായത് ഏതൊക്കെ ലേണിംഗ് എങ്ങനെയൊക്കെ ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആ എക്സാമ്പിൾ നല്ല എക്സാമ്പിൾ ആണ്. വെരി ഗുഡ്. മറ്റേതിൽ ഒരു ഇമോഷണൽ കണക്ഷനും കൂടെ വരുന്നുണ്ട്. ഇപ്പൊ സ്വഭാവ രൂപീകരണം ഒക്കെ വരുമ്പോ അത് അഫക്റ്റീവ് ഡൊമൈനിലാണ് വരിക. അതെ, നല്ല എക്സാമ്പിൾ ആണത്. യെസ്, താങ്ക് യു ടീച്ചർ. ഓക്കെ, അല്ല കുറച്ചുകൂടി റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണത്. യെസ്. അപ്പൊ ഇവിടെ ഈ കോഗ്നിറ്റീവ് ഡൊമൈനിൽ എങ്ങനെയാണ് ഈ ലേണിംഗ് നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം ഇപ്പൊ മാത്സിൽ ഒരു പ്രോബ്ലം ചെയ്യാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് നിങ്ങൾ സ്വന്തമായിട്ട് ചിന്തിക്കുക എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോളേജ് ആണ്. അതായത് ഞാൻ നിങ്ങളടുത്ത് ഒരു കാര്യം പറഞ്ഞു തരും അല്ലെ. അപ്പൊ അത് ആദ്യം നടക്കുന്നത് ഒരു കോഗ്നിറ്റീവ് ഡൊമൈനിലാണെങ്കിലും ലേണിംഗ് നടക്കുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നോളേജ് നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? നോളേജ് ആണ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് ഞാൻ നിങ്ങൾക്ക് വെറുതെ പറഞ്ഞു തന്നുകൊണ്ട് കാര്യമില്ല, നിങ്ങൾക്കത് മനസ്സിലാക്കി തരികയാണ്. അതാണ് കോംപ്രിഹെൻഷൻ. അപ്പൊ ഒരു കോഗ്നിറ്റീവ് ഡൊമൈനിൽ ലേണിംഗ് നടക്കുമ്പോൾ ഞാൻ ആദ്യം പറയും, അതായത് ഇപ്പോ പ്രോഫിറ്റ് ആൻഡ് ലോസ് നിങ്ങളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഞാൻ എന്താ ആദ്യം പറയാ? ഞാൻ 100 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചു, എന്നിട്ട് അത് 110 രൂപയ്ക്ക് വിറ്റു, അപ്പൊ എനിക്ക് 10 രൂപ ലാഭമല്ലേ എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ അതെന്താണ്? നോളേജ് ആണ്. ഇനി ആ സാധനം നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതാണ് എന്ത്? കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആ ഒരു ഇപ്പൊ ഞാൻ പറയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. അപ്പോ എന്താണ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു എന്താണ് SP മൈനസ് CP എന്ന് പറയുമ്പോ അത് നോളേജ് ആണ്. ഇനി ഞാൻ പറയുകയാണ് അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാണ്. അപ്പൊ അതെങ്ങനെ മനസ്സിലാക്കി തരുന്നത്? ഞാൻ പറയുകയാണെങ്കിൽ 100 രൂപയ്ക്ക് നിങ്ങളൊരു സാധനം വാങ്ങിച്ചു, 110 രൂപയ്ക്ക് അത് വിറ്റു. അപ്പൊ നിങ്ങൾ 100 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം 110 രൂപയ്ക്ക് വിൽക്കുമ്പോൾ നിങ്ങൾക്ക് ലാഭമല്ലേ? അപ്പൊ 10 രൂപയല്ലേ നിങ്ങൾക്ക് ലാഭം? അപ്പൊ മനസ്സിലായോ? പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു SP മൈനസ് CP ആണ്. അപ്പൊ SP 110 അതേ മൈനസ് CP ആയ 100, അപ്പൊ 10 രൂപ കിട്ടിയില്ലേ എന്ന് അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് കോംപ്രിഹെൻഷൻ ആണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ആദ്യം ഇക്വേഷൻ തരും. ഓക്കെ, അപ്പോ ഒരു കോഗ്നിറ്റീവ് ഡൊമൈനിലാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ആദ്യം നോളേജ് തരും, എന്നിട്ട് ആ നോളേജിനെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. അതാണ് കോംപ്രിഹെൻഷൻ, രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനി മൂന്നാമത്തെ എന്താണ്? അതിനെ നിങ്ങളോട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നോളേജ്, പിന്നെ കോംപ്രിഹെൻഷൻ, മൂന്നാമത്തത് അനാലിസിസ്, നാലാമത്തത് എന്താണ്? സിന്തസിസ്. ഇനി ഞാൻ പറയും നിങ്ങൾ തനിയെ ചെയ്യാൻ പറയും, അതാണ് സിന്തസിസ്. അതായത് നിങ്ങളോട് അനലൈസ് ചെയ്യും, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരും. ഓക്കെ, അപ്പൊ ഇനി ഇതെങ്ങനെയാണ് ചെയ്യുക? നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു നോക്കാൻ വേണ്ടി പറയും, അതാണ് സിന്തസിസ്. ലാസ്റ്റ് എന്താണ്? നിങ്ങൾ ചെയ്തതിനെ നിങ്ങളോട് ഇവാലുവേറ്റ് ചെയ്യാൻ പറയും. ഓക്കെ, അവിടെയാണ് ആ ലേണിംഗിന്റെ ഹയർ ഓർഡർ എന്ന് പറയുന്നത്. അതായത് ആദ്യത്തെ 1-2 സ്റ്റെപ്പുകളിലൊക്കെ ടീച്ചർ ഉണ്ട് അവിടെ. ഓക്കെ, സിന്തസിസ് മുതൽ അങ്ങോട്ട് എന്താണ്? അനാലിസിസ് മുതൽ അങ്ങോട്ട് നിങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് നോളജും കോംപ്രിഹെൻഷനും കഴിഞ്ഞാൽ അനാലിസിസ്, സിന്തസിസ്, ഇവാലുവേഷൻ അത് നിങ്ങളാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഈ പറയുന്ന കോഗ്നിറ്റീവ് ഡൊമൈനിൽ ആദ്യത്തെ 2 സ്റ്റെപ്പിൽ മാത്രമാണ് ടീച്ചർ ഭയങ്കര പ്രോമിനന്റ് ആയിട്ടുള്ളൂ. അപ്പൊ കോഗ്നിറ്റീവ് ഡൊമൈനിൽ ലേണിംഗ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നോളേജ്, പിന്നെ കോംപ്രിഹെൻഷൻ, പിന്നെ നിങ്ങളോട് അനലൈസ് ചെയ്യാൻ പറയും, പിന്നെ നിങ്ങളോട് സ്വന്തമായിട്ട് സിന്തസൈസ് ചെയ്യാൻ പറയും, പിന്നെ അത് ഇവാലുവേറ്റ് ചെയ്യാൻ പറയും. അപ്പൊ ആ ഒരു ഓർഡർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇത് ബ്ലൂമിന്റെ ടാക്സോണമി എന്നാണ് ഇതിനെ പറയാ. ഓക്കെ, BEd ഒക്കെ പഠിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ബ്ലൂമിന്റെ ടാക്സോണമി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ക്ലിയർ ആണോ? ഇനി നമ്മളിപ്പോ ചെയ്ത ചോദ്യത്തിൽ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ട് ഇവിടെ. അതായത് സ്റ്റിമുലസ് റെസ്പോൺസ് ബേസ്ഡ് ലെസൺ പ്ലാനിങ് എവിടെയാണ് നടക്കുക? നമ്മളിപ്പോ കണ്ടു സ്റ്റിമുലസ് റെസ്പോൺസ് എവിടെയാണ്. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ സ്റ്റിമുലസ് റെസ്പോൺസ് എവിടെയാ കണ്ടത്? ബിഹേവിയർ. അപ്പൊ സ്റ്റിമുലസ് റെസ്പോൺസ് നമുക്ക് എങ്ങോട്ടേക്ക് മാച്ച് ചെയ്യാം? ബിഹേവിയറിലേക്ക് മാച്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ C എവിടെ മാച്ച് ചെയ്തു? 4-ല്. ഓക്കെ, ഇനി കോൺസെപ്റ്റ് മാപ്പിംഗ് എന്ന് പറയുന്നത്, കോൺസെപ്റ്റ് മാപ്പിംഗ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എന്ത് വരുന്നുണ്ട്? ഒരു ഗ്രാഫിക്സ് വരുന്നുണ്ട് അല്ലെ. നമ്മളിപ്പോ ഈ പദസൂര്യനൊക്കെ ചെയ്യില്ലേ, ഈ നമ്മൾ പിക്ചോറിയൽ ആയിട്ടുള്ള പഠനത്തിനെയാണ് കോൺസെപ്റ്റ് മാപ്പിംഗ് എന്ന് പറയാം. അതായത് ഇപ്പൊ നമ്മൾ പൊതുവെ പറയും നമുക്ക് പിക്ചർ മെമ്മറിയാണ് പൊതുവെ മനുഷ്യർക്ക് കൂടുതലുള്ളതെന്ന്. അതുകൊണ്ടാണ് നമ്മൾ കണ്ട കാര്യം മറക്കാത്തത് അല്ലെ. നമ്മൾ കണ്ട കാര്യം നമ്മൾ മറന്നു പോകുന്നില്ല, പക്ഷെ എവിടെയെങ്കിലും വായിച്ചത് മറന്നു പോകും, കേട്ടതും കുറച്ചും കൂടി നമ്മൾ ഓർത്തിരിക്കും. അതേസമയം നമ്മൾ വായിച്ചത് എന്താണ് ചിലപ്പോൾ നമ്മൾ ഓർത്തിരിക്കണമെന്നില്ല, പക്ഷെ നമ്മൾ പിക്ചർ ആയിട്ടാണ് അതിനെ കണ്ടതെങ്കിൽ അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ഫ്ലോ ചാർട്ടുകള്, പിന്നെ അതുപോലെ തന്നെ മൈൻഡ് മാപ്പുകള്,
ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് അതുകൊണ്ടാണ്. കാരണം നമ്മൾ പല പല കളറുകൾ ഉപയോഗിക്കുന്ന അത് ഭയങ്കര ഇഫക്റ്റീവ് ആണ് കേട്ടോ. കാരണം നമുക്കത് ഭയങ്കര സില്ലി ആയിട്ട് തോന്നും. എനിക്കത് ഉപയോഗിച്ചിട്ട് ഞാനത് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഇഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് പല കളറുകൾ ഉപയോഗിച്ചിട്ട് എഴുതുക, നോട്ട് എഴുതുക. പിന്നെ പല കളറിലുള്ള ഹൈലൈറ്ററുകൾ ഉപയോഗിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഒരു ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിന് ഓരോ കളറുകൾ കാണുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ അതിനെ ഓരോ രീതിയിലായിരിക്കും റിസീവ് ചെയ്യുന്നത്. അതേസമയം നമ്മളിപ്പോ ഒരേ മൊണോട്ടണസ് ആയിട്ടുള്ള സാധനം, അതായത് ഒരേ കളറിൽ തന്നെ എഴുതുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിനും ആ ഒരു മുഷിപ്പ് അനുഭവപ്പെടും. നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കാണുന്നത് പോലെയാണ്. നമുക്ക് കളർ മൂവി കാണുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ബ്രെയിനിന് അത് കുറച്ചുകൂടി എൻഗേജിങ് ആക്കും. അപ്പൊ അത് തന്നെയാണ് നമ്മുടെ ലേണിംഗിൽ സംഭവിക്കുന്നത്. അപ്പൊ ഇവിടെ കോൺസെപ്റ്റ് മാപ്പിംഗ് എന്ന് പറയുന്നത് ഗ്രാഫിക്കൽ ആയിട്ടുള്ള ടൂളുകൾ ഉപയോഗിക്കുകയാണ്. അതായത് നമ്മുടെ നോളജിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രാഫിക്കൽ ടൂൾ ഉപയോഗിക്കുന്നതിനെയാണ് കോൺസെപ്റ്റ് മാപ്പിംഗ് എന്ന് പറയാം. അടുത്തത് 5E ബേസ്ഡ് ലെസൺ പ്ലാനിങ്. അത് കൺസ്ട്രക്റ്റീവ് അപ്രോച്ച് ആണ്. കൺസ്ട്രക്റ്റീവ് അപ്രോച്ച് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ യൂണിറ്റ് പ്ലാൻ എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് ഓഫ് സബ്ജക്ട് മാറ്റർ. അത് നമുക്ക് യൂണിറ്റ് ആക്കുക എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, ഒരു സബ്ജക്ട് മാറ്ററിനെ നമ്മളിങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച് ചെയ്യാണ്. യൂണിറ്റ് 1, യൂണിറ്റ് 2 എന്ന് പറഞ്ഞിട്ട് അറേഞ്ച് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ അതെന്താണ്, സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് ആണ് എന്നുള്ളത് നമുക്ക് നമ്മുടെ ഒരു കോമൺ സെൻസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു ഇത്. അപ്പൊ നമ്മൾ കുറെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ചോദ്യം അല്ലെങ്കിൽ നമുക്ക് ഫെമിലിയർ അല്ലാത്തൊരു സംഭവം വന്നാലും കുറെ നമ്മുടെ കോമൺ സെൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. നേരിട്ട് ചില സംഭവത്തിന്റെ ആൻസർ അറിയില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ഒരു കോമൺ സെൻസ് വെച്ചിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ആ രീതിയിൽ വേണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് എല്ലാം നമുക്ക് പഠിച്ചിട്ട് നമുക്ക് ആൻസർ കിട്ടണം എന്നില്ല. അതായത് ചിലർ പറയും അയ്യോ ഇത്രയും പഠിച്ചതുകൊണ്ടാണ്. അല്ല, നമ്മൾ കുറെ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുറെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ചോദ്യം എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ പഠിക്കും. അതായത് എല്ലാ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റില്ല, അത് പോസിബിൾ അല്ല. കാരണം അത്രയും ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ എങ്ങനെ ഒരു ചോദ്യം വന്നാൽ ചെയ്യണം എന്നുള്ളതാണ് ശരിക്കും നമ്മൾ ചോദ്യപേപ്പർ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ ഇപ്പൊ ഈ ഒരു ചോദ്യം ചെയ്തു, ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം പഠിക്കുക എന്നുള്ളതാവരുത് നിങ്ങൾ ഒരു ചോദ്യപേപ്പർ ചെയ്യുമ്പോൾ അതിൽ നിന്നുള്ള ടേക്ക് അവേ. അതായത് ഈ ചോദ്യത്തിനെ ഞാൻ എങ്ങനെ നേരിടണം, ഇങ്ങനെ ഒരു ചോദ്യം വന്നതിന് ഇത് എനിക്ക് ഒന്നും അറിയില്ലല്ലോ, ഇത് എങ്ങനെ ചെയ്യും, ഇതെങ്ങനെ ഇതിനെ അപ്രോച്ച് ചെയ്യണം, അതായിരിക്കണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഓക്കെ, ഓക്കെ ആണല്ലോ. 5E ബേസ്ഡ് ലെസൺ പ്ലാനിങ് ഞാൻ നോക്കിയിട്ട് പറയാട്ടോ. ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാത്. അധികമായി പോകുന്ന പറഞ്ഞൂടാ. കോൺസെപ്റ്റ് ലേണിംഗ് പറഞ്ഞല്ലോ, വ്യത്യസ്ത കളറിൽ എഴുതണ ഒരു രീതി പറഞ്ഞല്ലോ മാം. അതിനൊരു എക്സാമ്പിൾ കാണിക്കുന്നു. അത് ഞാൻ ചെയ്തത് കാണിക്കണോന്ന് വെച്ചതാ. അത് കാണിക്കേ, അത് ബാക്കിയുള്ളവർക്ക് യൂസ്ഫുൾ ആവുമല്ലോ. ഈ ചുമരില് കൊട്ടിച്ചു വെക്കുന്നത് ഭയങ്കര ഇതാണ് കേട്ടോ. കാരണം നമ്മൾ എപ്പോഴും ഇത് കാണുമല്ലേ. വാട്ടർ കളറൊക്കെ ഉപയോഗിച്ചാണ് ഞാൻ എഴുതിയത്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വരക്കാനൊന്നും അറിഞ്ഞൂടാ, അത് ഉപയോഗിക്കാൻ അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ ശ്രമപ്പെട്ട് അത് ചെയ്യുമ്പോ എന്റെ മനസ്സിൽ പതിയല്ലോ. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, നമ്മൾ ഒരുപാട് ടൈം ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പൊ നമ്മൾ അത് എഴുതാൻ കുറെ സമയം എടുത്ത് നമ്മുടെ ടൈം കളയരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മൾ ഇത് ചെയ്യുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിലർക്ക് കുറെ സമയം അതിനു വേണ്ടി പോവും. അപ്പോ അങ്ങനെ പോവാതെ നോക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇത് നല്ലതാണ്. കാരണം ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യുന്ന ആളാണ്. പക്ഷെ കാണുമ്പോൾ ചില ആൾക്കാർ പറയും ഇത് എന്താണ്, ഇത് ഭയങ്കര കളർഫുൾ. കാരണം അത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. ഇപ്പൊ ചിലർക്ക് അത് പ്രശ്നമില്ല. അപ്പൊ എല്ലാവരും ഇങ്ങനെ ചെയ്യണം എന്ന് ഞാൻ പറയില്ല. ചിലർക്ക് അങ്ങനെ പഠിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും. അപ്പൊ നമുക്കറിയാലോ നമുക്ക് ഏത് രീതിയിലാണ് നമുക്ക് പഠിക്കാൻ ഇഷ്ടമുള്ളതെന്ന്. അപ്പൊ അങ്ങനെയുള്ളവരത് ചെയ്യാന്നുള്ളതാണ്. എല്ലാരും ഇങ്ങനെ ചെയ്യണം എന്ന് ഞാൻ പറയില്ല. ഇപ്പൊ ഫൗസി അത് ചെയ്യുന്നത് ഫൗസിക്ക് അത് ഇഷ്ടമുള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് പഠിക്കാൻ പറ്റുമെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് അല്ലെ. അപ്പോ അങ്ങനെയുള്ളവരെ അത് ചെയ്യാമുള്ളൂ. അതല്ലാതെ നിങ്ങൾക്ക് അത് ശീലമില്ലാത്ത ഒരാള് അത് കഷ്ടപ്പെട്ട് ചെയ്ത് അങ്ങനെ ചെയ്യണം എന്ന് പറയില്ല. അതായത് നമുക്കൊരു ജെന്യുവിൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ആ ചുമരിൽ ഒട്ടിച്ചു വെച്ചേക്കുന്ന സംഭവം അതിപ്പോ എപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ നമുക്ക് മൈൻഡിൽ ആ ഒരു പിക്ചർ പോലെ തെളിയും. അതായത് ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ഒരു സംഭവം വരുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു പേപ്പർ ഇങ്ങനെ വരും. എന്നിട്ട് അതിൽ ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത് പറഞ്ഞിരിക്കുന്ന സംഭവമാണല്ലോ ഇത്. അതങ്ങനെ വരും നമുക്ക് ആ ഒരു പിക്ചർ പോലെ. അപ്പൊ അത് ഭയങ്കര ഇഫക്റ്റീവ് ആണ്.
ഓക്കെ, അടുത്ത വീണ്ടും NEP 2020 ആണ്. അതാ ഞാൻ പറഞ്ഞ NEP 2020 വിട്ട ഒരു കളിയില്ല. ഇപ്പൊ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ 2 NEP 2020 എന്നുള്ള ചോദ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് NEP 2020യുടെ റിപ്പോർട്ട് നിർബന്ധമായിട്ടും വായിച്ചിരിക്കണം. അത് ഒരു ദിവസം ഇങ്ങനെ പതുക്കെ പതുക്കെ, മലയാളം ഉണ്ട് ഇംഗ്ലീഷും ഉണ്ട്, രണ്ടും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ആർക്കെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ അയച്ചു തരാം. മലയാളം ഉണ്ട് ഇംഗ്ലീഷും ഉണ്ട്. ആദ്യം ഒന്ന് മലയാളം വായിച്ചിട്ട് പിന്നെ ഇംഗ്ലീഷ് വായിക്കണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ വായിച്ചിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിലായിരിക്കും, അപ്പൊ നമുക്കിത് മനസ്സിലാവില്ല. അപ്പൊ അതുകൊണ്ട് ആദ്യം നിങ്ങളൊന്ന് മലയാളത്തിൽ വായിച്ചത് എന്താണെന്ന് മനസ്സിലാക്കാം. അതായത് ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ആദ്യം നിങ്ങൾ അതൊന്ന് മലയാളത്തിൽ വായിച്ചോ, എന്നിട്ട് അതിന്റെ ഇംഗ്ലീഷും വായിക്കണം. ഓക്കെ, സമയമെടുക്കും, അത് ഒറ്റ ദിവസം കൊണ്ട് ചെയ്യണ്ട, പതുക്കെ 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 ചെയ്താൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. NEP 2020 ഹാസ് entrusted dash with the responsibility to set up the standards of content, ടെക്നോളജി ആൻഡ് പെഡഗോജി ഫോർ ഓൺലൈൻ ഡിജിറ്റൽ ലേണിംഗ്. അതായത് NEP 2020 ഡിജിറ്റൽ ടീച്ചിങ് ലേണിംഗിന്റെ ടെക്നോളജി, കണ്ടന്റ്, ഇതിന്റെയൊക്കെ സ്റ്റാൻഡേർഡ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുള്ള ബോഡി ഏതാണ് എന്നാണ് ചോദ്യം. അത് നാഷണൽ എഡ്യൂക്കേഷണൽ ടെക്നോളജി ഫോറം ആണ്. അപ്പൊ NETF-നെയാണ് NEP 2020 എന്തിനെ ഏൽപ്പിച്ചിട്ടുള്ളത്? ഡിജിറ്റൽ ലേണിംഗിന്റെ കണ്ടന്റ്, ടെക്നോളജി, അതിന്റെ സ്റ്റാൻഡേർഡ്, അതൊക്കെ അതിന്റെയൊക്കെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുള്ളത് നാഷണൽ എഡ്യൂക്കേഷൻ ടെക്നോളജി ഫോറത്തിനെയാണ് എന്നുള്ള കാര്യം ഓർക്കുക. അതൊരു ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമായിരുന്നു. CEC എന്താണ്? കൺസോർഷ്യം ഫോർ എഡ്യൂക്കേഷണൽ കമ്മ്യൂണിക്കേഷൻ. അതായത് സ്വയത്തിന്റെ 10 നാഷണൽ കോർഡിനേറ്റേഴ്സിൽ ഒന്നാണ് CEC. സ്വയം ഓർക്കുന്നില്ലേ പറഞ്ഞത്? നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വയം. അതായത് മൂക്കിന്റെ ഇന്ത്യൻ പ്ലാറ്റ്ഫോം ആണെന്നല്ലേ? ഓൺലൈൻ ലേണിംഗിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്, ഇന്ത്യൻ പ്ലാറ്റ്ഫോമാണ് സ്വയം, അല്ലെ? ആ സ്വയത്തിന് 10 കോർഡിനേറ്റേഴ്സ് ഉണ്ട്. ആദ്യം 9 ആയിരുന്നു, അത് 10 ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വയംപ്രഭയുടെ ചാനലുകളുടെ പേര് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പഠിക്കണം കേട്ടോ. കാരണം ഓരോ തവണ ഇങ്ങനെ ചെറിയ ചെറിയ ചേഞ്ചുകളൊക്കെ ഉണ്ടാവും. സ്വയംപ്രഭയുടെ ചാനലുകൾ, സ്വയംപ്രഭ എന്ന് പറയുന്നത് 40 DTH ചാനലുകളുടെ ഒരു സംയുക്തമാണ്. അതായത് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് മാത്രമുള്ള 40 ചാനലുകളുടെ ഒരു ഗ്രൂപ്പിനെയാണ് സ്വയംപ്രഭ എന്ന് പറയുന്നത്. 40 ചാനലുകൾ, TV ചാനലുകൾ. അപ്പൊ അത് എഡ്യൂക്കേഷണൽ കണ്ടന്റുകൾക്ക് വേണ്ടി മാത്രമുള്ള ചാനലുകളാണത്. ഓക്കെ, അപ്പൊ അതിനകത്ത് ചില ചാനലുകൾക്ക് പേരുണ്ട്, ചില ചാനലുകൾക്ക് പേരില്ല. അപ്പൊ ആദ്യത്തെ ഒരു 10 ചാനലുകൾക്ക് പേരുണ്ട്. അപ്പൊ അതിന്റെ പേര് മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ പണ്ടുണ്ടായിരുന്ന പേരല്ല ഇപ്പോ. ഓക്കെ, അപ്പൊ അത് ചില ചാനലുകളുടെ പേരും ആ ചാനലിൽ ഏത് കണ്ടന്റ് ആണ് പഠിപ്പിക്കുന്നത് എന്നുള്ളത് സ്ഥിരമായിട്ട് ചോദിച്ചു കാണുന്നതാണ്. അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയും. സ്വയംപ്രഭയുടെയും അതുപോലെ സ്വയംപ്രഭയുടെ ചാനലുകളുടെ പേരൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. അപ്പൊ അത് വറീഡ് ആവണ്ട. ഓക്കെ, അപ്പൊ ഇത്രയും ഓക്കെ ആണല്ലോ. CEC അല്ലേ പറഞ്ഞത്? CEC പറഞ്ഞപ്പോഴാണ് സ്വയത്തിലും സ്വയംപ്രഭയിലേക്കൊക്കെ പോയത്. അപ്പൊ സ്വയം എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്, അല്ലെ? നമുക്ക് ഫ്രീ ആയിട്ട് നമ്മളെ പഠിക്കാൻ നമുക്ക് അവസരം തരുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ് സ്വയം എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്വയത്തിൽ 9ാം ക്ലാസ് മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെയുള്ള കോഴ്സുകൾ ഉണ്ടെന്ന് നമ്മൾ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ല ആദ്യത്തെ ക്ലാസ്സിൽ. 9ാം ക്ലാസ് മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെയുള്ള പല പല കോഴ്സുകൾ സ്വയത്തിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പൊ ഇതിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വയത്തിന് 10 കോർഡിനേറ്റേഴ്സ് ഉണ്ട്. അതിലൊരു കോർഡിനേറ്റർ ആണ് CEC എന്ന് പറയുന്നത്, അതായത് കൺസോർഷ്യം ഫോർ എഡ്യൂക്കേഷണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ CECയുടെ ഫംഗ്ഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ UG കോഴ്സുകളെ കോർഡിനേറ്റ് ചെയ്യുന്നത് CEC ആണ്. ഓക്കെ, UG കോഴ്സുകൾ, അതായത് നോൺ ടെക്നിക്കൽ UG കോഴ്സുകൾ, ടെക്നിക്കൽ അല്ലാത്ത UG കോഴ്സുകൾ കോർഡിനേറ്റ് ചെയ്യുന്ന CEC ആണ്. ടെക്നിക്കൽ അല്ലാത്ത PG കോഴ്സുകൾ കോർഡിനേറ്റ് ചെയ്യുന്നത് UGC ആണ്. ഓക്കെ, അങ്ങനെ 10 കോർഡിനേറ്റേഴ്സ് ഉണ്ട്. അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പൊ ഞാൻ അത്രയും പറഞ്ഞ് ഇവിടെ കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ NEP 2020 ഡിജിറ്റൽ ലേണിംഗിന് വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുള്ള എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ത്? നാഷണൽ എഡ്യൂക്കേഷൻ ടെക്നോളജി ഫോറം എന്ന് പറയുന്നത്. പിന്നെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു എന്താണ് ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ്, അല്ലെ? അപ്പൊ ഈ NETF-നെ പറ്റിയിട്ട് 1-2 പോയിന്റുകൾ പറയാം. നാഷണൽ എഡ്യൂക്കേഷൻ ടെക്നോളജി ഫോറം ഈസ് എൻ ഓട്ടോണോമസ് ബോഡി. ഓട്ടോണോമസ് എന്ന് വെച്ചാൽ എന്താണ്? ഓട്ടോണോമസ് കോളേജ് എന്നൊക്കെ പറയില്ലേ? ഓട്ടോണോമസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സ്വയം ഭരണാധികാരമുള്ള. യെസ്. അപ്പോ അതിന്
തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരമുള്ള ഒരു ബോഡിയാണ് ഈ നാഷണൽ എഡ്യൂക്കേഷൻ ടെക്നോളജി ഫോറം എന്ന് പറയുന്നത്. ഇത് NEP 2020യുടെ അണ്ടറിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ടു പ്രൊവൈഡ് എ പ്ലാറ്റ്ഫോം ഫോർ free exchange of ideas on the use of technology to enhance learning, assessment, planning and administration. അതായത് ICT ഇൻ ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് ശരിക്കും ഒരു ഓട്ടോണോമസ് ബോഡിയാണ് NETF എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരുന്ന എന്താണ്, ICT എനേബിൾഡ് ആയിട്ടുള്ള ടീച്ചിങ് ആണ്. ഓക്കെ, അതായത് ടീച്ചിങ്ങിൽ നമുക്ക് എങ്ങനെയൊക്കെ ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗപ്പെടുത്താം, ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിച്ച് എങ്ങനെ ലേണിങ്ങിനെ നമുക്ക് ത്വരിതപ്പെടുത്താം എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഇപ്പൊ AI വന്നു, ChatGPT വന്നു, ഇതൊക്കെ എങ്ങനെ നമുക്ക് ലേണിങ്ങിൽ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഡിജിറ്റൽ ടെക്നോളജി എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താം. അപ്പൊ നമുക്കറിയാം ക്ലാസ് റൂമുകളൊക്കെ സ്മാർട്ട് ക്ലാസ് ആയി അല്ലെ. പിന്നെ അപ്പൊ അത് ഫ്ലിപ്ഡ് ക്ലാസ് റൂം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട് നമുക്ക്. അപ്പൊ കുറച്ചും കൂടി ലേണിംഗ് എന്താണ് ഹൈടെക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഓട്ടോണോമസ് ബോഡിയാണ് NEP 2020യുടെ കീഴിലുള്ള ഓട്ടോണോമസ് ബോഡിയാണ് NETF എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്തത് ഇത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് നമ്മുടെ ലോജിക്ക് വെച്ചിട്ട് ചെയ്യാനും പറ്റുന്ന ഒരു ചോദ്യം കൂടിയാണ്. ഇൻ എവറിഡേ കോൺവെർസേഷൻ, നമ്മുടെ ദൈനംദിന സംഭാഷണങ്ങളിൽ, വെൻ പീപ്പിൾ മേക്ക് റെഫറൻസസ് ടു പേയിങ് അറ്റൻഷൻ, പ്ലാനിങ്, ഫൊഗെറ്റിംഗ്, ഗെസ്സിങ്, ഡേ ഡ്രീമിങ്, ദേ ആർ ഇൻവോക്കിംഗ്. അതായത് നമ്മള് ദൈനംദിന കോൺവെർസേഷനിൽ നമ്മള് അറ്റൻഷനെ പറ്റിയിട്ട്, അതായത് പേയിങ് അറ്റൻഷൻ എന്ന് വെച്ചാൽ എന്താണ്, ശ്രദ്ധ കൊടുക്കുക, പ്ലാൻ ചെയ്യുക, മറന്നു പോവുക, ഗസ് ചെയ്യുക, ഡേ ഡ്രീം ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിനെയാണ് ഇൻവോക്ക് ചെയ്യുന്നത്, ഇൻവോക്ക് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് ഓപ്ഷൻ തന്നിട്ടുള്ളത് പ്രൊപ്പഗാൻഡയാണ്. പ്രൊപ്പഗാൻഡ എന്ന് വെച്ചാൽ എന്താണ്? പ്രൊപ്പഗാൻഡ, നമ്മൾ ഈ പൊളിറ്റിക്കൽ പ്രൊപ്പഗാൻഡ എന്നൊക്കെ പറയും. അതായത് തെറ്റിദ്ധരിപ്പിക്കുന്ന ചില കാര്യങ്ങളെയാണ് പ്രൊപ്പഗാൻഡ എന്ന് പറയാ. അതായത് ഇപ്പോ ഞാൻ നിങ്ങളെ ഒരു കാര്യം പറഞ്ഞ് ഞാൻ നിങ്ങളോട് പറയാണ്, ഞാൻ നിങ്ങൾക്ക് ഇന്ന ഒരു സംഭവം ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ നിങ്ങളെ പറ്റിക്കുന്നതിനെയാണ് പ്രൊപ്പഗാൻഡ എന്ന് പറയാം. അതായത് ഞാനിപ്പോ നിങ്ങൾ എനിക്ക് 1000 രൂപ തന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാധനം ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ നിങ്ങളെ മനിപ്പുലേറ്റ് ചെയ്യുന്നതിനെയാണ് പ്രൊപ്പഗാൻഡ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ദൈനംദിന കോൺവെർസേഷനിൽ പ്ലാൻ ചെയ്യണത്, മറന്നു പോണത്, ഗസ് ചെയ്യണത്, അതൊന്നും പ്രൊപ്പഗാൻഡയല്ല അല്ലെ. അതൊന്നും നമ്മുടെ ഒരു പ്രൊപ്പഗാൻഡയുടെ കാറ്റഗറിയിൽ എന്താണെങ്കിലും വരാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ്. പിന്നെ ഓപ്ഷൻസിൽ നോക്കിയേ, മിസ് ഇൻഫർമേഷൻ, ഡിസ് ഇൻഫർമേഷൻ, രണ്ടും എന്താണ്, ഇൻഫർമേഷന്റെ ഒരു ലാക്കാണ്. അത് വരുമോ? കാരണം ഇവിടെ പ്ലാനിങ്, ഫൊർഗെറ്റിങ്, ഗെസ്സിങ്, ഇതൊന്നും ഒരിക്കലും മിസ് ഇൻഫർമേഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഡിസ് ഇൻഫർമേഷൻ ആണ്. മിസ് ഇൻഫർമേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെറ്റായ വിവരം. ഡിസ് ഇൻഫർമേഷൻ എന്ന് പറയുന്നതോ വിവരം ഒന്നും കൊടുക്കാതിരിക്കുന്ന അവസ്ഥയാണ് ഡിസ് ഇൻഫർമേഷൻ, അതായത് വിവരം ഒന്നും കൊടുക്കാതിരിക്കുന്ന അവസ്ഥ. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ എന്തായിരിക്കും? കോഗ്നിറ്റീവ് കോൺസെപ്റ്റുകളാണ്. കാരണം നമ്മൾ ചിന്തിക്കുക, പ്ലാൻ ചെയ്യുക, മറന്നു പോവുക, ഇതൊക്കെ എന്തുമായി ബന്ധപ്പെട്ടതാണ്? നമ്മുടെ ഇന്റലക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇന്റലക്റ്റുമായി ബന്ധപ്പെട്ടെന്ന് പറയുമ്പോൾ അത് എന്ത് തരം കോൺസെപ്റ്റ് ആയിരിക്കും? കോഗ്നിറ്റീവ് കോൺസെപ്റ്റ് ആയിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ, നമ്മളല്ല, നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലാത്തൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ PYQ ചെയ്യണത്. കുറേ PYQ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ഐഡിയ ഇല്ലെങ്കിൽ പോലും നമുക്ക് ആൻസർ പക്കയായിട്ട് ഗസ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഗസ് ചെയ്യുന്ന ഒരു പരിപാടി കുറെ ആൾക്കാർ ചെയ്യുന്നതാണ്. അതായത് നമ്മൾ വെറുതെ ഗസ് ചെയ്യല്ല, അതായത് വെറുതെ നോക്കിയിട്ട് ഇത് വലിയ കുഴപ്പമില്ല, ഇത് അങ്ങനെയല്ല. അതായത് നമ്മൾ ഒരു കാര്യം ഗസ് ചെയ്യുകയാണെങ്കിലും അതിന്റെ പിന്നിൽ ഒരു ലോജിക്ക് ഉണ്ടാവണം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ചോദ്യത്തിന് ആൻസർ ഒന്നും അറിയില്ല, അപ്പൊ നിങ്ങൾ ചോദ്യം ഇങ്ങനെ വായിച്ചു നോക്കുക, അതായത് അതിന്റെ കീവേഡ് നോക്കുക, എവറിഡേ കോൺവെർസേഷൻ. അപ്പൊ ഇതിനകത്ത് എവറിഡേ കോൺവെർസേഷൻ എന്നുള്ള ഒരു വേർഡ് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതിനകത്ത് പറഞ്ഞേക്കുന്നത് പേയിങ് അറ്റൻഷൻ, പ്ലാനിങ്, ഫോർഗെറ്റിങ്, ഡേ ഡ്രീമിങ്, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ വരുമ്പോ അത് എന്തിലേക്കായിരിക്കും കണക്ട് ചെയ്യുന്നത്? അങ്ങനെ കണക്ട് ചെയ്ത് ഏതെങ്കിലും ഒരു മൊമെന്റിൽ നിങ്ങൾക്ക് ഇത് ഇവിടെ ഒന്ന് ഈ ഒരു ആൻസർ ആവാൻ സാധ്യതയുണ്ട്, ആ രീതിയിൽ വേണം നിങ്ങൾ ഗസ് ചെയ്യാൻ. അതല്ലാതെ
ഒന്നാമത്തെ ചോദ്യം ഇതിന്റെ ആൻസർ എനിക്ക് അറിയില്ല, എന്നാ പിന്നെ 3 ആൻസർ ആയി മാർക്ക് ചെയ്യാം. അങ്ങനെ ഗസ് ചെയ്യരുത്. നിങ്ങൾ ഗസ് ചെയ്യുകയാണെങ്കിലും ഒരു 3-4 തവണ ആ ചോദ്യം വായിച്ചു നോക്കുക. അതിന്റെ കീ വേർഡ് ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ വെറുതെ ഒന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഉരുവിട്ട് നോക്കുക. അതിങ്ങനെ 2-3-4 തവണ ഇങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിൽ ഇങ്ങനെ ഒരു ഐഡിയ വരും. ഓക്കെ, ഇത് വന്നു കഴിഞ്ഞാൽ ഇതാവാനല്ല അത് തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. എന്നാലും നമ്മൾ കുറച്ച് ടൈം എടുത്ത് നമ്മൾ ആ ഒരു കുറച്ച് സമയമെങ്കിലും ചിന്തിച്ചല്ലോ. അത് ചിലപ്പോൾ തെറ്റിപ്പോവും. ഇങ്ങനെയൊക്കെ ചെയ്താലും ചിലപ്പോൾ തെറ്റിപ്പോവും. പക്ഷെ എന്നാലും നമുക്ക് അങ്ങനെ റിഗ്രറ്റ് ഉണ്ടാവില്ല. വെറുതെ 33-ാമത്തെ ചോദ്യം ഇത് എനിക്ക് അറിയില്ല, എന്നാ പിന്നെ 1-ാമത്തെ ഓപ്ഷൻ ഇരിക്കട്ടെ, അങ്ങനെ ചെയ്യുന്നതിനേക്കാളും നല്ലതാണ് ഒരു 3-4 തവണ വായിച്ചിട്ട് നമുക്ക് ഇങ്ങനെ മനസ്സിൽ ഒരു 3-4 തവണ ഇങ്ങനെ വായിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മൈൻഡിൽ ഒരു ആൻസർ വരും. അത് ചിലപ്പോൾ തെറ്റാവാം, ശരിയാവാം. എന്താണെങ്കിലും നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു എഫേർട്ട് ഇടണം. എഫേർട്ട് ഇട്ടിട്ട് നമുക്കൊരു ആൻസർ വരുമല്ലോ. നമ്മളിങ്ങനെ കുറെ ചിന്തിച്ചിട്ട്, തെറ്റായിക്കോട്ടെ, ചിലപ്പോൾ കുറെ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കത് ശരിയായിട്ട് വരും, ചിലപ്പോൾ തെറ്റാനും സാധ്യതയുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ചിന്തിക്കണം, ചിന്തിക്കാതെ ഇരിക്കരുത്. ഒരു 3-4 തവണ ഇങ്ങനെ വായിക്കുമ്പോൾ, പിന്നെ കുറെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇത് കിട്ടും. അതായത് ആ ഒരു കഴിവ് കിട്ടും. അതായത് ഒരു പരിചയമില്ലാത്ത ചോദ്യം വന്നാലും അതിനെങ്ങനെ നേരിടണം എന്നുള്ളത്. അപ്പൊ നമ്മൾ എപ്പോഴും അതിന് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അറിയാവുന്ന ഉത്തരം നമുക്ക് ആര് ചോദിച്ചു കഴിഞ്ഞാലും പറയാൻ പറ്റും. അത് വലിയ കഴിവൊന്നല്ല. ഒരു സാധനം കാണാതെ പഠിച്ചിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ അതിന് ആൻസർ പറയുന്നത് അത് നിങ്ങളുടെ കഴിവൊന്നല്ല. കഴിവല്ല ഇൻ ദ സെൻസ് നിങ്ങൾക്ക് ഓർമ്മശക്തി ഉണ്ട്, അത്രേ പറയാൻ പറ്റുള്ളൂ. അത് നിങ്ങളുടെ ബുദ്ധി അളക്കുന്ന ഒരു കാര്യമല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവിനെ അളക്കുന്ന ഒരു കാര്യമല്ല. നിങ്ങൾക്ക് നല്ല ഓർമ്മശക്തി ഉണ്ടെന്നേ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുന്നത് ഇതുപോലത്തെ ചോദ്യങ്ങൾ നിങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളത് പോലെ ഇരിക്കും. അപ്പൊ നമ്മൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. കാണാതെ പഠിക്കേണ്ടത് ഉണ്ട്. അത് ഞാൻ കാണാതെ പഠിക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. കാണാതെ പഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് കാണാതെ പഠിക്കുക തന്നെ വേണം. ഇനി അത് കൂടാതെ കാണാതെ പഠിക്കുന്നത് മാത്രമല്ല, അനാലിസിസ് ആവശ്യമുള്ള ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. അവിടെ നമുക്ക് നമ്മുടെ ആ അനാലിസിസും എന്ത് ചെയ്യണം, നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. എന്നാലാണ് നമുക്ക് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ നമുക്ക് കാണാതെ പഠിക്കുന്ന പ്രോസസ്സ് പോസിബിൾ അല്ല. അപ്പൊ നമുക്ക് ഈ 2 കാര്യങ്ങൾ അറിയണം. കുറെ കാര്യങ്ങൾ കാണാതെ പഠിക്കണം. കാണാതെ പഠിക്കേണ്ട നിങ്ങൾ കാണാതെ പഠിക്കണം. അല്ലാത്തത് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്ത് അത് ചെയ്യണം. ഓക്കെ ടീച്ചറെ, ഇത് കമ്മ്യൂണിക്കേഷനിൽ വരുന്നതാണോ? ഇത് നമ്മുടെ കമ്മ്യൂണിക്കേഷനിലും അതുപോലെ തന്നെ നമുക്ക് ടീച്ചിങ്ങിലും നമുക്ക് പറയാൻ പറ്റുന്നതാണ്. പക്ഷെ ഇത് കുറച്ചുകൂടി കൂടുതൽ നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം ഈ പ്രൊപ്പഗാൻഡയൊക്കെ കമ്മ്യൂണിക്കേഷനിലാണ് പറയുന്നത്. പക്ഷെ നമുക്ക് ഓവർലാപ്പ് ചെയ്ത് പറയാവുന്നതാണ്. നമുക്ക് ടീച്ചിങ്ങിലും പറയാം. ഈ കോഗ്നിറ്റീവ് കോൺസെപ്റ്റ് എന്ന് പറയുന്ന ടീച്ചിങ്ങിൽ വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. പക്ഷെ ഇത് ശരിക്കും ഈ ഇൻഫർമേഷൻ, ഡിസ്ഇൻഫർമേഷൻ, പ്രൊപ്പഗാൻഡ ഇതൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേഷനിലാണ്. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് തന്നെ ഓവർലാപ്പിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കാരണം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ വരും. അപ്പൊ അവിടെ നമുക്ക് ഇത് ശരിക്കും നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ പ്ലേസ് ചെയ്യാവുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അങ്ങനെ കോൺവെർസേഷൻ ഒക്കെ ആണല്ലോ. ഇനി അത് ക്ലാസ് റൂമിലാണെങ്കിൽ നമുക്ക് ഇതേ സാധനം തന്നെ പ്ലേസ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, കുറെ ടോപ്പിക്കുകൾ നമുക്ക് ഓവർലാപ്പിംഗ് ആണ്. കമ്മ്യൂണിക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ, ടീച്ചിങ്, ICT കുറച്ച് കാര്യങ്ങൾ ടീച്ചിങ്ങിലേക്ക് കയറി വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഓവർലാപ്പിംഗ് ആണ്. പക്ഷെ ഇത് പ്രോപ്പർ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷനിൽ നിന്നുള്ള ചോദ്യമാണ്. ഇനി അടുത്തത്, ഏത് NEP-യിലാണ് 6% ആദ്യമായിട്ട് ഫസ്റ്റ് റെക്കമെൻഡഡ് എന്ന്? കാരണം ഈ 6%-ന്റെ കാര്യം കുറെ NEP-യിൽ വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. കാരണം നമ്മുടെ GDP-യുടെ, അതായത് മൊത്തം ഒരു രാജ്യത്തിന്റെ മൊത്തം വരുമാനമാണല്ലോ GDP എന്ന് പറയുന്നത്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഇന്ത്യയുടെ GDP-യുടെ 6% എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് മാറ്റിവെക്കണം എന്ന് ആദ്യം പറയുന്ന എഡ്യൂക്കേഷണൽ പോളിസി എന്ന് പറയുന്നത് ആദ്യത്തെ NEP ആയ NEP 1968 ആണ്. പിന്നീട് വന്ന 2-3 NEP-യിൽ ഇതേ കാര്യം ആവർത്തിക്കുന്നുണ്ട്. അപ്പോ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും എന്താണ്, നമ്മുടെ GDP-യുടെ 6% നമ്മൾ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടില്ല. അതായത് ബജറ്റ് അവതരിപ്പിക്കുമ്പോഴാണ് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ നീക്കി വെക്കുന്നത് അല്ലെ. ഇത്ര ശതമാനം എഡ്യൂക്കേഷന്, ഇത്ര ശതമാനം ആരോഗ്യ വകുപ്പിന്, ഇത്ര ശതമാനം ആരോഗ്യ മേഖലക്ക്, ഇങ്ങനെ ഓരോ മേഖലക്കും ഇങ്ങനെ ഡിവൈഡ് ചെയ്യും. ഇത്ര ശതമാനം റിസർച്ചിന്, ഇങ്ങനെ ഡിവൈഡ് ചെയ്യും. അപ്പൊ അങ്ങനെ ആദ്യമായിട്ട് സജഷൻ വന്നത് നമ്മുടെ GDP-യുടെ 6% എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് മാറ്റിവെക്കണം എന്ന് ആദ്യം സജസ്റ്റ് ചെയ്യുന്നത് ആദ്യത്തെ NEP ആയ 1968-ലെ NEP ആണ്. അപ്പൊ ആദ്യത്തെ NEP 1968 ആണ്. രണ്ടാമത്തെ NEP അത് നേരെ തിരിച്ചിട്ടാൽ മതി,
86. അത് മറന്നു പോരുത്. ആദ്യത്തെ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1968 ആണ്. നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ എന്നും എഴുതാറുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ NPE എന്നാണ്. NPE എന്ന് പറഞ്ഞാലും NEP എന്ന് പറഞ്ഞാലും രണ്ടും ഒന്ന് തന്നെയാണ്. ചില സമയത്ത് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ എന്നും പറയാറുണ്ട്, ചില സമയത്ത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്നും പറയാറുണ്ട്. രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പൊ ആദ്യത്തെ NEP അല്ലെങ്കിൽ ആദ്യത്തെ NPE ഏതാണ്? 1968 ആണ്. രണ്ടാമത്തെ 1986 ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് വന്നിട്ടുള്ള NEP ആണ് 2020. NEP 2020. ഓക്കെ, ക്ലിയർ ആണല്ലോ. NEP 1968 was India's first comprehensive educational policy promulgated by the government ഓഫ് പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി. അതായത് ഇന്ദിരാഗാന്ധിയുടെ സമയത്തല്ലേ, ഇന്ദിരാഗാന്ധിയുടെ ടെന്യൂറിന്റെ സമയത്താണ് അല്ലെ, 1968 എന്ന് പറയുമ്പോൾ ഇന്ദിരാഗാന്ധിയാണ് പ്രധാനമന്ത്രി. ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ ദി റെക്കമെൻഡേഷൻ ഓഫ് കോത്താരി കമ്മീഷൻ. അപ്പോ NEP 2020 വരുന്നത് ഏത് സമയത്താണ്? ആരുടെ റെക്കമെൻഡേഷനിലാണ്? കോത്താരി കമ്മീഷന്റെ റെക്കമെൻഡേഷനിലാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. അപ്പൊ കോത്താരി കമ്മീഷൻ 1964 to 66 ആണ്. അപ്പോ കോത്താരി കമ്മീഷനാണ് എന്ത് റെക്കമെൻഡ് ചെയ്യുന്നത്? ഒരു നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ വേണം എന്ന് പറയുന്നത്. അങ്ങനെ ഇന്ദിരാഗാന്ധിയുടെ സമയത്താണ് 1968 ആദ്യത്തെ NPE അല്ലെങ്കിൽ NEP വരുന്നത്. അപ്പൊ അതിന്റെ റെക്കമെൻഡ് ചെയ്തത് ആരാണ്? കോത്താരി കമ്മീഷൻ ആണ് എന്നുള്ള ഒരു കാര്യം കൂടെ അവിടെ ഓർത്തിരിക്കണം. ഓക്കെ, അപ്പൊ ഡേറ്റുകൾ ഇമ്പോർട്ടന്റ് ആട്ടോ. ഹയർ എഡ്യൂക്കേഷനിൽ കൂടുതലും ഡേറ്റുകളാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് അസെൻഡിങ് ഓർഡറിലാക്കുക, ഡിസെൻഡിങ് ഓർഡറിലാക്കുക, പിന്നെ ഡേറ്റുകൾ മാച്ച് ദ ഫോളോയിങ് ചോദിക്കുക, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടി ഒരു ഹിസ്റ്ററി പഠിക്കുന്നത് പോലെ നിങ്ങൾ ഹയർ എഡ്യൂക്കേഷൻ പഠിക്കണം. ഡേറ്റുകൾ കാണാതെ പഠിക്കണം, ഡേറ്റുകൾ ഓർഡറിൽ ഓർത്തിരിക്കണം, സംഭവങ്ങളെ ഒരു ഓർഡറിൽ ഓർത്തിരിക്കണം. അതായത് ഹിസ്റ്ററി എങ്ങനെയാണോ പഠിക്കുന്നത് അതേ രീതിയിൽ വേണം നിങ്ങൾ ഹയർ എഡ്യൂക്കേഷൻ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഹയർ എഡ്യൂക്കേഷന്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണോ ഹിസ്റ്ററി പഠിക്കുന്നത് അതുപോലെ നിങ്ങൾ അത് പഠിക്കണം. എന്നാലാണ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഓരോന്നും പഠിക്കുന്നതിന് ഓരോ രീതിയുണ്ട്. ഇനി അടുത്തത് ഇതിപ്പോ നിങ്ങൾ പറഞ്ഞ പോലെ അങ്ങനെ നമുക്ക് ക്ലാസ് കിട്ടുമോ? പിന്നെ ഇയർ ബേസിൽ അങ്ങനെ പിന്നെ ഓർഡറിലായിട്ട് ക്ലാസ് ഉണ്ടാവില്ലല്ലോ? ഉണ്ടാവും. അതിന്റെ ലെക്ചേഴ്സ് ഉണ്ടാവും. ഓർഡറിലായിട്ട് ഉണ്ടാവും അല്ലേ? ഓർഡറിലായിട്ടുണ്ടാവും. ഓക്കെ മാഡം. അതിന്റെ മെറ്റീരിയൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അത് ആ ഒരു ഓർഡറിലുള്ളത്. അപ്പൊ നിങ്ങൾ അത് ഒരു ഫ്ലോ ചാർട്ട് പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇനി ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഈ പറയുന്നത് എല്ലാം ഓർഡറിലാക്കിയിട്ട് ഫ്ലോ ചാർട്ട് പോലെ തരാം. അപ്പൊ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ എളുപ്പത്തിന് മൈൻഡ് മാപ്പ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് തരാം. ഓക്കെ. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലല്ല, ഞാൻ എന്റെ സമയത്തിനനുസരിച്ചിട്ട് അത് ചെയ്തു തരാം. ഓക്കെ, കുറച്ച് നോട്ട്സ് പ്രിപ്പറേഷന്റെ ഒക്കെ തിരക്കിലാണ്. അപ്പൊ ഞാൻ സമയത്തിനനുസരിച്ചിട്ട് ഞാൻ ഓരോ ടോപ്പിക്കുകൾ ഇതുപോലെ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പാകത്തിന് മൈൻഡ് മാപ്പ് ആയിട്ട് ചെയ്തു തരാം. അപ്പൊ നിങ്ങൾക്ക് എളുപ്പം ഉണ്ടാവും. ആ മൈൻഡ് മാപ്പ് വേണമെങ്കിൽ പ്രിന്റ് എടുത്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ടീച്ചറെ, ഒരു ടോപ്പിക്ക് ഞാൻ ചെയ്ത് ടീച്ചർക്ക് അയക്കാം, അത് കറക്റ്റ് ആയെന്നോ പറഞ്ഞാൽ. ഇപ്പൊ NEP-മായി ബന്ധപ്പെട്ടെ തുടക്കം മുതലുള്ള ഒരു ഫയൽസ് എനിക്ക് തന്നാല് ഞാനത് മൈൻഡ് മാപ്പ് റെഡിയാക്കി ഇടാം, ടീച്ചർക്ക് ഇട്ടുതരാം. ഇല്ല, അത് ബുദ്ധിമുട്ടണമെന്നില്ല, ഞാൻ ചെയ്തോളാം. അത് കുഴപ്പമില്ല. ഞാൻ എന്റെ സമയത്തിനനുസരിച്ച് ഞാൻ ചെയ്തോളാം. നിങ്ങളെ ഏൽപ്പിക്കുന്നത് ശരിയല്ലല്ലോ, എന്റെ ജോലിയാണല്ലോ ഇത്. അപ്പൊ അല്ല, ഞാനത് ടൂള് വെച്ച് ഞാനിപ്പോ ചെയ്യാറുണ്ട്. പിള്ളേർക്കൊക്കെ റെഡിയാക്കി കൊടുത്തു 10ലൊക്കെ. അപ്പൊ ഞാൻ ഒരെണ്ണം ചെയ്യാം, അത് റെഡി ആയോന്ന് ടീച്ചർ നോക്കിയിട്ട്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഞാൻ അയച്ചു തരാം. ഓക്കെ, ബുദ്ധിമുട്ടാവില്ലെങ്കിൽ. ഓക്കെ, ഞാൻ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് ഓർത്താണ് അങ്ങനെ പറഞ്ഞത്. ഓക്കെ, ഫൗസി ഒരു ജെമ്മാണ് കേട്ടോ, നമ്മള് നന്നായിട്ട് ഉപയോഗിക്കേണ്ട ഒരാളാണ് അല്ലേ? അങ്ങനെയൊന്നുമില്ല ടീച്ചറെ, പഠിക്കാനിരിക്കല്ല, അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിക്കാന്നൊരാഗ്രഹം, അത്രേ ഉള്ളൂ. അത് നല്ലതല്ലേ? അങ്ങനെ എത്ര പേരുണ്ട് അങ്ങനെ? അതൊരു നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമല്ലേ? അത് നമ്മൾ ചെറുതാക്കി കണ്ടുകൂടാ. കാരണം അങ്ങനെ അതിന് മുന്നോട്ട് വരിക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമല്ലേ? അതിനൊരു മനസ്സ് വേണ്ടേ അല്ലെ? നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടണം എന്ന് ചിന്തിക്കുന്നതിലൊരു നന്മയില്ലേ അല്ലേ? അതിലൊരു നിസ്വാർത്ഥതയില്ലേ അല്ലെ? ഇപ്പൊ എനിക്ക് അത് നമുക്കും മറ്റുള്ളവർക്കും എല്ലാവർക്കും ഉപയോഗം ഉണ്ടാവുമ്പോ നമുക്ക് അതിന്റെ ഒരു പോസിറ്റിവിറ്റി എന്താണെങ്കിലും നമുക്കത് കിട്ടും.
അല്ലെ? നമുക്ക് ചിലപ്പോൾ കിട്ടിയില്ലെങ്കിലും അതിൽ നമുക്കൊരു സന്തോഷം ഉണ്ടല്ലോ. ഇപ്പൊ ചില സമയത്ത് നമ്മൾ ചില പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതിൽ നിന്ന് തിരിച്ചൊന്നും കിട്ടില്ല. പക്ഷെ ആൾക്കാർ എപ്പോഴും നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിന് എന്ത് റിസൾട്ട് കിട്ടും എന്ന് ഓർത്തിട്ടായിരിക്കും ഓരോ കാര്യം ചെയ്യുന്നത്. അപ്പൊ പണ്ടൊക്കെ ഞാൻ അങ്ങനെ ചിന്തിക്കാറുണ്ട്, അതായത് അയ്യോ അത് ചെയ്തിട്ട് എന്താണ്, അത് ആരും ഒന്നും അപ്രീഷിയേറ്റ് ചെയ്തില്ലല്ലോ. അപ്പൊ ഞാൻ ആലോചിക്കും, അത് ഞാൻ ഭയങ്കര സ്വാർത്ഥമായിട്ട് ചിന്തിക്കുന്നോണ്ടല്ലേ ഞാനത് അങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ അവര് എനിക്ക് ഒരു നന്ദി പറയാ എന്ന് പറയുമ്പോൾ വലിയൊരു കാര്യമല്ല. പക്ഷെ എന്നാലും ഞാൻ അത് എക്സ്പെക്ട് ചെയ്യുമ്പോൾ ഞാൻ ആ ചെയ്യുന്ന പ്രവൃത്തിക്ക് എന്താണ് ഒരു 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 അതിനൊരു എന്താണ് ഒരു പ്യൂരിറ്റി ഇല്ലാതായി പോവല്ലേ. അപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ നമുക്ക് തിരിച്ചൊരു റിട്ടേണും തരില്ല. അതായത് ഇപ്പൊ നമ്മള് എന്താ മക്കളെ വളർത്തുന്ന പോലെയാണ്, നമ്മൾ റിട്ടേൺ പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ. അപ്പൊ അത് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ അങ്ങനെ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അത് ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ നമ്മൾ ചെയ്യുക, അത് നമുക്ക് അതിനൊരു സന്തോഷമെങ്കിലും കിട്ടും. ഇപ്പൊ ചിലർ ചിന്തിക്കുക അത് അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നാളെ നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഒരു നന്മ കിട്ടും എന്ന് വിചാരിക്കുമ്പോൾ നാളെ നമുക്കൊരു അസുഖം ഉണ്ടാവുമ്പോൾ നമ്മൾ എന്താ ആദ്യം ചിന്തിക്കുക, അയ്യോ ഞാൻ ഇത്രയൊക്കെ ആളുകൾക്ക് ഉപകാരം ചെയ്തിട്ടും എനിക്ക് ഇങ്ങനെ അസുഖം വന്നല്ലോ എന്ന് ചിന്തിക്കും. പക്ഷെ അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു കാര്യം ചെയ്യണു, ആ കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്നൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും അല്ലെ. നമ്മളിപ്പോ ഒരാളെ സഹായിക്കുമ്പോൾ അവിടെ നമ്മൾ നാളെ ഞാനൊരു അപകടത്തിൽപ്പെടുമ്പോൾ എന്നെ സഹായിക്കാനാണ് ഞാനത് ചെയ്യുന്നതെങ്കിൽ നാളെ ഞാനൊരു അപകടത്തിൽപ്പെടുമ്പോൾ ഒരാൾ എന്നെ സഹായിച്ചില്ലെങ്കിൽ ഞാൻ ആദ്യം എന്താ വിചാരിക്കുക, ഞാൻ ആദ്യം ചെയ്തു, ഞാൻ അത്രയൊക്കെ അപ്പൊ നമ്മൾ ആദ്യം ചെയ്ത പ്രവൃത്തി ഒന്നും അല്ലാതായി പോയി അല്ലെ. അപ്പൊ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുക എന്നുള്ളത് വലിയൊരു ഒരു ഒരു വലിയൊരു മനസ്സാണത്. ഓക്കെ. ബ്ലാക്ക് ഫുട്ട് ഡിസീസ് ഇസ് കോസ്ഡ് ബൈ ദി കണ്ടാമിനേഷൻ ഓഫ് ഡാഷ് ഇൻ ഡ്രിങ്കിങ് വാട്ടർ. അപ്പൊ നമ്മൾ ഈ വെള്ളത്തിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ വാട്ടർ എന്ന് പറയുന്ന ഒരു ഏരിയ തന്നെ പഠിക്കാനുണ്ട് നമുക്ക് പീപ്പിൾ ഡെവലപ്മെന്റ് എൻവയൺമെന്റിൽ. അങ്ങനെ തന്നെ അത് പഠിക്കണം. കാരണം നമ്മൾ ഈ പീപ്പിൾ ഡെവലപ്മെന്റ് എൻവയൺമെന്റ് പഠിക്കുമ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു ഓർഡറിൽ പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഇതൊന്നും തമ്മിൽ കണക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം നമ്മൾ വായു, ജലം ഇങ്ങനെയുള്ള ഓരോന്നും പഠിക്കാതെ അപ്പൊ ഈ വെള്ളത്തിനെ പറ്റി പഠിക്കുമ്പോൾ വെള്ളത്തിൽ എന്തൊക്കെ കലരുമ്പോഴാണ് പല പല അസുഖങ്ങൾ ഉണ്ടാവുന്നത്, വെള്ളത്തിൽ മെർക്കുറി കലർന്നാൽ എന്താ പ്രശ്നം, വെള്ളത്തിൽ ആഴ്സനിക് കലർന്നാൽ എന്താണ് പ്രശ്നം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. കുറെ കെമിക്കൽസും അത് വെള്ളത്തിൽ കലർന്നാൽ ഉണ്ടാവുന്നത്. ഇപ്പൊ നമുക്കറിയാം വായുവിൽ കലർന്നാൽ കൂടുതലും ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളാണ് നമുക്ക് ഉണ്ടാവുക. അതേസമയം വെള്ളത്തിൽ കലർന്നു കഴിഞ്ഞാൽ വേറെ കുറെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക അല്ലെ. അപ്പൊ അതേപോലെ ഇവിടെ ഡ്രിങ്കിങ് വാട്ടറിൽ ആർസനിക് കലരുമ്പോഴാണ് ബ്ലാക്ക് ഫുട്ട് ഡിസീസ് എന്ന് പറയുന്ന ഒരു ഡിസീസ് ഉണ്ടാവുന്നത്. പിന്നെ വെള്ളവുമായി ബന്ധപ്പെട്ട ഒരുപാട് അസുഖങ്ങളുണ്ട്. ഇപ്പൊ ഡയറിയ, കോളറ, പിന്നെ എലിഫന്റിയാസിസ്, മന്ത്, ഇതൊക്കെ ജലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളാണ്, വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള വാട്ടർ ഡിസീസുകൾ. അപ്പൊ അത് തന്നെ ഒരു തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു, വാട്ടർ മായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസീസുകൾ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അബയോട്ടിക് എലമെന്റുകൾ പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ വായു പഠിക്കും. വായു പഠിക്കുന്ന സമയത്ത് അറ്റ്മോസ്ഫിയർ പഠിക്കും, അറ്റ്മോസ്ഫിയറിന്റെ ലെയറുകൾ പഠിക്കും. ആ ലെയർ പഠിക്കുമ്പോൾ നമ്മൾ ഓസോൺ പഠിക്കും. പിന്നെ എയറിനെ പറ്റി പഠിക്കുമ്പോൾ എയർ പൊല്യൂഷനെ പറ്റി പഠിക്കും, എയർ ക്വാളിറ്റിയെ പറ്റി പഠിക്കും. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ കൺവെൻഷൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഭാരത് സ്റ്റേജ് നോം ഉണ്ട്. അതായത് നമ്മുടെ വാഹനങ്ങളിലൊക്കെ ഡീസൽ, പെട്രോൾ ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അതിന്റെ എക്സോസ്റ്റ് കാരണം എന്താണ്, വായു മലിനീകരണം ഉണ്ടാവുന്നുണ്ട് അല്ലെ. അപ്പൊ അതിനെ തടയാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഏരിയയിൽ പഠിക്കും. അതേപോലെ തന്നെ വെള്ളം റിലേറ്റഡ് ആയിട്ട് ഇതേപോലെ തന്നെ പഠിക്കും. വെള്ളവുമായി ബന്ധപ്പെട്ട് വെള്ളത്തിന്റെ ക്വാളിറ്റി എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, പിന്നെ വെള്ളം എങ്ങനെയാണ് പൊല്യൂട്ട് ആവുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. അപ്പൊ ആ ഒരു ഏരിയയിൽ വരുന്ന ഒരു ചോദ്യമാണിത്. പീപ്പിൾ ഡെവലപ്മെന്റിൽ ആ ഏരിയയിൽ വരുന്നതാണ് ഡ്രിങ്കിങ് വാട്ടറിൽ ആഴ്സനിക് കലരുമ്പോഴാണ് ബ്ലാക്ക് ഫുട്ട് ഡിസീസ് എന്ന് പറയുന്ന അസുഖം ഉണ്ടാവുന്നത്. അപ്പോ ബ്ലാക്ക് ഫുട്ട് ഡിസീസ് വിച്ച് കോസസ് ഗാംഗ്രീൻ ഓഫ് ദ ഫുട്ട്. ഗാംഗ്രീൻ എന്ന് പറഞ്ഞാൽ എന്താണ്, രക്തം കട്ടയാവുന്നതാണ്. അപ്പൊ കാല് മുറിച്ച് കളയേണ്ട സിറ്റുവേഷൻ വരും, അതായത് ബ്ലഡ് ക്ലോട്ട് ആയിട്ട്. ഓക്കെ. അപ്പോ ഈ ബ്ലാക്ക് ഫുട്ട് ഡിസീസ് എന്ന് പറയുന്നത് നമ്മുടെ കാല് ഗാംഗ്രീൻ ഉണ്ടാവുകയും ഒരു ലിമിറ്റഡ് ഇത് കൂടുതൽ കാണപ്പെടുന്നത് ഈ സൗത്ത് വെസ്റ്റേൺ കോസ്റ്റ് ഓഫ് തായ്വനിലാണ്. തായ്വൻ റീജിയനിലാണ് ഈ ഒരു അസുഖം കൂടുതലും കാണുന്നത്. ആൻഡ് ഈസ് ഡ്യൂ ടു ലോങ് ടേം എക്സ്പോഷർ ടു ഹൈ ലെവൽ ഓഫ് ഇനോർഗാനിക് ആർസനിക് ഇൻ വെൽ വാട്ടർ. അതായത് ആർസനിക്കിന്റെ കണ്ടന്റ് എന്താണ് വെൽ വാട്ടറിൽ കൂടുതൽ കാണപ്പെടുന്ന തായ്വാൻ റീജിയനിലാണ് ഈ പറയുന്ന ബ്ലാക്ക് ഫുട്ട് ഡിസീസ് എന്ന് പറയുന്നത് കൂടുതലും കാണുന്നത്. അപ്പോ നമുക്ക് ഈ ജോഗ്രഫി അനുസരിച്ചിട്ടും ഈ അസുഖങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ തീരപ്രദേശത്താണ് മന്ത് കൂടുതൽ കാണുന്നത്. അങ്ങനെ ഓരോ പ്രദേശത്തിനനുസരിച്ചിട്ടാണ് ഓരോ അസുഖങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ ഓരോ ജോഗ്രഫി അനുസരിച്ചിട്ടും ഈ പറയുന്ന അസുഖങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇത് തായ്വാൻ
എന്റെ തീരപ്രദേശത്ത്, സൗത്ത് വെസ്റ്റേൺ തീരപ്രദേശത്ത് കാണുന്ന ഒരു അസുഖമാണ്. കാരണം അവിടെ ഈ ആർസനിക്കിന്റെ കണ്ടന്റ് വളരെ കൂടുതലാണ്. അപ്പൊ ഈ കിണർ വെള്ളത്തിലൊക്കെ ആർസനിക്കിന്റെ അളവ് കൂടിയത് കാരണമാണ് ഈ പറയുന്ന ബ്ലാക്ക് ഫുഡ് ഡിസീസ് അവിടെ കൂടുതൽ കാണപ്പെടുന്നത്. ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഓക്കെ, 2 ക്വസ്റ്റ്യൻസ് കൂടെ ഉള്ളൂ, അത് കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഓക്കെ, ഇത് ഹയർ എഡ്യൂക്കേഷനിൽ നിന്നുള്ള ചോദ്യമാണ്. ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ കൺട്രി വിത്ത് അപ്രോപ്രിയേറ്റ് ക്രെഡിറ്റ് ട്രാൻസ്ഫർ മെക്കാനിസം ആർ ഫെസിലിറ്റേറ്റിംഗ് സ്റ്റുഡൻസ് ടു എൻറോൾ ദംസെൽസ് ഇൻ പ്രീ ഡിസൈൻഡ് അക്കാഡമിക് പ്രോഗ്രാം. ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ കൺട്രി, ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ കൺട്രി എന്ന് പറയുമ്പോൾ എന്താണ്? കോളേജുകൾ അല്ലെ, യൂണിവേഴ്സിറ്റികൾ, കോളേജുകളൊക്കെ വരും. വിത്ത് അപ്രോപ്രിയേറ്റ് ക്രെഡിറ്റ് ട്രാൻസ്ഫർ മെക്കാനിസം. എന്താണ് ഈ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്? അതായത് NEP 2020 വന്നതിന് ശേഷം നമുക്കിപ്പോ ഒരു യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ ഒരു കോളേജിൽ പഠിക്കുന്ന അയാൾക്ക് എന്ത് ചെയ്യാം, അയാളുടെ മാർക്കൊക്കെ മറ്റു കോളേജിലേക്കോ അല്ലെങ്കിൽ മറ്റു യൂണിവേഴ്സിറ്റിയിലേക്കോ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതായത് കുറച്ചും കൂടെ ഹോളിസ്റ്റിക് ആയിട്ടാണ് നമ്മൾ വിദ്യാഭ്യാസത്തിനെ കാണുന്നത്. NEP 2020 വന്നേ പിന്നെ ആ ഒരു പോസിബിലിറ്റി ഉണ്ട്. അതായത് ABC എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അതായത് ഒരു വിദ്യാർത്ഥിയുടെ മാർക്കുകൾ ABC എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഉണ്ട്. ഓക്കെ, ആ അക്കൗണ്ടിലേക്കാണ് എന്ത് ചെയ്യുന്നത്, രേഖപ്പെടുത്തുന്നത്. അതായത് അല്ലാതെ കോളേജിനോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലേക്കോ അല്ല. ഒരു കുട്ടിക്ക് ഒരു യുണീക്ക് ആയിട്ടുള്ള ID ഉണ്ടാവും, നമ്മൾ അബാർ ID ഒക്കെ പറയുന്നത് പോലെ. അപ്പൊ ഈ അബാർ ID കണക്ട് ചെയ്തിട്ടാണ് ഈ കുട്ടിയുടെ ABC, അതായത് ഈ കുട്ടിയുടെ ക്രെഡിറ്റ് തീരുമാനിക്കപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് ഏത് കോളേജിലേക്ക് വേണമെങ്കിലും ഈ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാവുന്ന ഒരു സംവിധാനം ഉണ്ട്. ഓക്കെ, are facilitating students to enroll themselves in a pre-designed academic program. അതായത് പ്രീ ഡിസൈൻ ചെയ്തൊരു അക്കാഡമിക് പ്രോഗ്രാമിലേക്ക് അവരെ എൻറോൾ ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല അത് നടക്കുന്നത്. അതായത് ഇപ്പൊ എനിക്കൊരു കോളേജിൽ ചേരണം, അപ്പൊ ഞാനൊരു കോളേജിൽ ചേർന്നു. ഞാൻ ഒരു ഫസ്റ്റ് സെക്കൻഡ് സെമിസ്റ്റർ ഒക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് മറ്റൊരു കോളേജിലേക്ക് മാറണം എന്നുണ്ടെങ്കിൽ എന്റെ ക്രെഡിറ്റ് എന്ത് ചെയ്യാം, എനിക്ക് ആ കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതല്ലാതെ ഒരു പ്രീ ഡിസൈൻ ചെയ്ത അക്കാഡമിക് പ്രോഗ്രാമിലേക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എൻറോൾ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതായത് എനിക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ മാറാൻ പറ്റും, അതാണ് അവിടെ പറയുന്നത്. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. A is not correct. ഇനി 6 നോക്കാം. ABC, അതാണ് ഞാൻ പറഞ്ഞ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് മൾട്ടിപ്പിൾ എൻട്രി, മൾട്ടിപ്പിൾ എക്സിറ്റ് ആസ് വെൽ ആസ് എനി ടൈം, എനിവെയർ, എനി ലെവൽ ലേണിംഗ്. അതായത് ABCയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എൻട്രി ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും എക്സിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ എവിടെയും എപ്പോഴും ഏത് ലെവൽ ലേണിംഗും നമുക്ക് എന്ത് ചെയ്യാം, ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് ഏത് ടൈമിലും, അതായത് ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ 3rd സെമിസ്റ്റർ കഴിഞ്ഞിട്ട് ഞാനൊരു ബ്രേക്ക് എടുത്തു, എന്നിട്ട് എനിക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഒരു 6 മാസം കഴിഞ്ഞിട്ട് വീണ്ടും എനിക്ക് എന്ത് ചെയ്യാം, 4ാം സെമിസ്റ്റർ പരീക്ഷ എഴുതി എനിക്ക് 4ാം സെമിസ്റ്ററിന്റെ ക്രെഡിറ്റ് അതിലേക്ക് ആഡ് ചെയ്യാം. അതാണ് ABCയുടെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ഇടയിൽ ബ്രേക്ക് വന്നാലും കുഴപ്പമില്ല. മറ്റേത് എങ്ങനെയാണ്, ഒരു സെമിസ്റ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ സെമിസ്റ്ററിൽ സെം ഔട്ട് ഒക്കെ ആയി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഭയങ്കര ചടങ്ങല്ലേ. പക്ഷെ ABC വരുമ്പോൾ ആ ഒരു പ്രശ്നം വരുന്നില്ല. എന്റെ ഓരോ സെമസ്റ്ററിലെ മാർക്ക് ഈ ABCയിലായിരിക്കും രേഖപ്പെടുത്തുന്നത്. അപ്പൊ ഞാനിപ്പോ എന്റെ സൗകര്യം പോലെ എനിക്ക് പഠിക്കാൻ പറ്റുന്നുള്ളതാണ്. അതായത് ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞു, ഇപ്പൊ ഞാൻ ഓർക്കാണ്, ഓക്കെ ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞു, എനിക്ക് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ബ്രേക്ക് എടുക്കേണ്ടി വന്നു, അത് ചിലപ്പോൾ എനിക്ക് 1 വർഷം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സെക്കൻഡ് സെമസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു സംവിധാനമാണ് ഈ ABC കൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പൊ എന്താണ്, R is correct. അതാണ് ABCയുടെ. അപ്പൊ ഈ ABCയുടെ ഒരു ഫീച്ചറാണ് കേട്ടോ അത് അങ്ങനെ തന്നെ നോട്ടിൽ എഴുതി വെച്ചോ, അത് കാണാതെ പഠിച്ചോ. കാരണം അത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതായത് NEP 2020 വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു മാറ്റമാണ് ഈ ABC എന്ന് പറയുന്നത്. അതാണ് NEP 2020യുടെ കോൺസെപ്റ്റും അത് തന്നെയാണ്. മറ്റേത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ 3 വർഷത്തെ ഡിഗ്രി കോഴ്സ്, അതിലിപ്പോ ഞാൻ 1ാം വർഷം അല്ലെങ്കിൽ 2ാം വർഷം 3ാം വർഷം കഴിഞ്ഞു. 3ാം വർഷം കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ 3ാമത്തെ വർഷത്തില് ഞാൻ ഡ്രോപ്പ് ചെയ്യാണ്. എന്റെ ക്വാളിഫിക്കേഷൻ എന്തായിട്ട് മാറും, +2 ആയിട്ട് മാറും അല്ലെ. കാരണം എനിക്ക് വേറെ ഒന്നിനും സർട്ടിഫിക്കറ്റ് ഇല്ല. ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തതിന് എനിക്ക് മാർക്ക് ലിസ്റ്റ് മാത്രമേ ഉള്ളൂ, സർട്ടിഫിക്കറ്റ് ഇല്ല അല്ലെ. എനിക്ക് എപ്പോഴാ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന, പണ്ടായിരുന്നെങ്കിൽ എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന എപ്പോഴാ, എന്റെ 3 വർഷത്തെ പരീക്ഷയും കഴിഞ്ഞ് ഞാൻ എല്ലാ പേപ്പറും ക്ലിയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് കൺസോളിഡേറ്റഡ് സർട്ടിഫിക്കറ്റും പിന്നെ PG സർട്ടിഫിക്കറ്റും ഒക്കെ കിട്ടുന്നത്. പക്ഷേ NEP 2020 അനുസരിച്ച് നമുക്ക് മൾട്ടിപ്പിൾ എക്സിറ്റ് പോയിന്റ് ഉണ്ട്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 വർഷത്തെ ഡിഗ്രി കോഴ്സിൽ എനിക്ക് 1 വർഷം കഴിഞ്ഞു, ഞാൻ കോഴ്സ് നിർത്തുവാണ്.
അപ്പൊ എനിക്ക് എന്താ കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 year കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടും. ഓക്കെ. പിന്നെ രണ്ടാമത്തെ വർഷത്തിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് അല്ല, രണ്ടാമത്തെ വർഷത്തിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യുവാണെങ്കിൽ എനിക്ക് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കിട്ടും. മൂന്നാമത്തെ വർഷമാണ് ഞാൻ ഡ്രോപ്പ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടും. 4 വർഷവും ഞാൻ പൂർത്തീകരിക്കുകയാണെങ്കിൽ എനിക്ക് റിസർച്ച് സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുന്നത്. അപ്പോ ഓരോ വർഷത്തിലും സർട്ടിഫിക്കറ്റ് കിട്ടുന്നതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ എക്സിറ്റ് പോയിന്റ് ഉണ്ട് എന്ന് നമുക്ക് പറയാം. ഓരോ വർഷത്തിലും എക്സിറ്റ് പോയിന്റ് ഉണ്ട്. അപ്പൊ അതൊരു പോസിറ്റീവ് ആണ്. മറ്റേത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 3 വർഷം പഠിച്ചു, ആ 3 വർഷത്തിൽ മൂന്നാമത്തെ വർഷം നമ്മൾ ഡ്രോപ്പ് ഔട്ട് ആയി പോയാൽ നമുക്ക് ഒരു സർട്ടിഫിക്കറ്റും കിട്ടില്ല, നമ്മുടെ ക്വാളിഫിക്കേഷൻ +2 ആയിട്ട് മാറും. അപ്പൊ അതിൽ നിന്നൊരു മാറ്റം ഉണ്ട് എന്തിന്? ഈ NEP 2020 ഈ മൾട്ടിപ്പിൾ എക്സിറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അതൊക്കെ ഈ ABCയുടെ ഭാഗമായിട്ടാണ് അത് കണക്കാക്കുന്നത്. ഒരു സംശയം ചോദിച്ചോട്ടെ. അപ്പൊ ഇപ്പൊ ഈ രണ്ടാമത്തെ വർഷത്തിലാണ് നമ്മൾ ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്നതെങ്കിൽ ഏതെങ്കിലും പേപ്പർ ക്ലിയർ ആയിട്ടില്ലെങ്കിൽ അപ്പൊ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കിട്ടുമോ? ഇല്ല, ആ വർഷം കംപ്ലീറ്റ് ചെയ്യണം. ഡ്രോപ്പ് ഔട്ട് ചെയ്യാന്ന് വെച്ചപ്പോ ആ രണ്ടാമത്തെ വർഷം കംപ്ലീറ്റ് ചെയ്തിട്ട് നിർത്തുവാണ്. ഇപ്പൊ നമ്മള് നോർമൽ കേസിലാണ് ഇപ്പൊ നമ്മൾ രണ്ടാമത്തെ വർഷവും നമ്മളെല്ലാം സെമസ്റ്ററും പരീക്ഷ എഴുതി 4ാം സെമസ്റ്ററും കഴിഞ്ഞ് നമ്മൾ പാസ്സായാലും നമുക്ക് സർട്ടിഫിക്കറ്റ് ഇല്ലല്ലോ. പക്ഷെ ഇവിടെ എന്ത് കിട്ടും? രണ്ടാമത്തെ വർഷത്തിൽ എല്ലാ പേപ്പറും എഴുതി ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കിട്ടും. മറ്റേത് അതില്ലല്ലോ. നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൽ എല്ലാം പാസ്സായി, സെക്കൻഡ് സെമസ്റ്ററിൽ എല്ലാം പാസ്സായി, തേർഡ് സെമസ്റ്ററിൽ എല്ലാം പാസ്സായി, ഫോർത്ത് സെമസ്റ്ററിൽ എല്ലാം പാസ്സായി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സർട്ടിഫിക്കറ്റ് പോലും കിട്ടുന്നില്ല, മാർക്ക് ലിസ്റ്റ് ഒഴികെ, അല്ലേ? പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ ആ വർഷത്തെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വർഷത്തേക്ക് ഒരു എക്സിറ്റ് പോയിന്റ്, ആ വർഷത്തേക്ക് ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും. ഓക്കെ. അടുത്തത് ഇത് ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ. ടീച്ചിങ്ങിന്റെ ഇവാലുവേഷൻ എന്ന് പറയുന്ന, അതായത് ടീച്ചിങ്ങിൽ നമ്മൾ പഠിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് മാത്രമല്ല, അല്ലെ, കുട്ടിക്ക് അത് മനസ്സിലായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സും കൂടി ടീച്ചിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ പറയും. അതിനാണ് നമ്മൾ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. പലതരത്തിലുള്ള ഇവാലുവേഷൻ ഉണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഇത്. ഡയഗ്നോസിസ് ഓഫ് ലേണർ ഇസ് ഡൺ ഇൻ ഇന്ററാക്റ്റീവ് സ്റ്റേജ് ഓഫ് ലേണിംഗ് ടീച്ചിങ്. അതായത് ഒരു ഡയഗ്നോസിസ് എന്ന് വെച്ചാൽ എന്താണ്? തിരിച്ചറിയുക, അല്ലെ? ഇപ്പൊ നമ്മൾ ഒരു അസുഖം ഡയഗ്നോസ് ചെയ്യാന്നാണ് പറയാ, അല്ലെ? അപ്പൊ ഡയഗ്നോസിസ് ഓഫ് ലേണേഴ്സിനെ ഡയഗ്നോസ് ചെയ്യുന്നത്, അതായത് അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് തിരിച്ചറിയുന്നത് എപ്പോഴാണെന്നാണ് പറയുന്നത്? ഈസ് ഡൺ ഇൻ ഇന്റർആക്റ്റീവ് സ്റ്റേജ് ഓഫ് ടീച്ചിങ്. അതായത് ഇന്റർആക്റ്റീവ്, അതായത് ആ ഒരു എന്താണ് അതിന്റെ ഇടയിലാണ് എന്നാണ് പറയുന്നത്, അല്ലേ? എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഡയഗ്നോസ് ചെയ്തിട്ട് കാര്യമുണ്ടോ? അതായത് നമ്മൾ എപ്പോഴും ഡയഗ്നോസിങ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്ന എപ്പോഴാണ്? അതായത് നമ്മൾ ഇപ്പം ഒരു ഇന്റേണൽ എക്സാം എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? അത് കുട്ടിക്ക് പഠിപ്പിച്ചത് മനസ്സിലായോ എന്ന് അളക്കാനുള്ള ഒരു മെത്തേഡും കൂടിയാണ് അത്. അതായത് ആ ഇന്റേണൽ എക്സാം നടത്തുന്നു, അല്ലെങ്കിൽ ടെസ്റ്റ് പേപ്പർ നടത്തുന്നു. അപ്പോഴാണ് ആ ടെസ്റ്റ് പേപ്പറിൽ കുട്ടി സ്കോർ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക്, അല്ലെങ്കിൽ ഇപ്പോ ഒരു 30 പേരുള്ള ക്ലാസ്സിൽ 29 പേരും ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതിയിട്ടില്ല. അപ്പൊ ടീച്ചർക്ക് മനസ്സിലായി ഞാൻ ഈ പഠിപ്പിച്ച മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ 29 പേരും അത് എഴുതാതിരിക്കില്ലല്ലോ. അപ്പൊ ആ ഇന്റേണൽ എക്സാം നടത്തിയതുകൊണ്ടാണ് ടീച്ചർക്ക് അവിടെ അത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയത്. അപ്പൊ ഡയഗ്നോസിസ് എപ്പോഴും നടക്കുന്നത് ഇന്റർആക്റ്റീവ് സ്റ്റേജ് ഓഫ് ടീച്ചിങ്ങിലാണ്, അല്ലാതെ കഴിഞ്ഞിട്ടല്ല അത് നടക്കുന്നത്. അപ്പൊ A എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ. ഇനി B നോക്കാം. ഫീഡ്ബാക്ക് ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് ലേണേഴ്സ് ആർ ഡൺ ഇൻ പോസ്റ്റ് ആക്റ്റീവ് സ്റ്റേജ് ഓഫ് ടീച്ചിങ്. ഫീഡ്ബാക്ക്, ടെസ്റ്റിംഗ്, ഇതൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ടല്ലേ? അതായത് ഞാൻ പഠിപ്പിച്ചു കഴിഞ്ഞിട്ടല്ലേ ഞാൻ നിങ്ങളുടെ അടുത്ത് ഫീഡ്ബാക്ക് ചോദിക്കുള്ളൂ. എന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു. ഇനി ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളെ ടെസ്റ്റ് ചെയ്യുന്നത്. ഞാൻ എന്ത് ചെയ്യാണ്? ചോദ്യം ചോദിക്കുകയാണ്, ഞാൻ പഠിപ്പിച്ച നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ടെസ്റ്റ് ചെയ്യാണ്. ഇനി നിങ്ങളുടെ ഫീഡ്ബാക്ക് എടുക്കുന്നത് എപ്പോഴായിരിക്കും? കഴിഞ്ഞിട്ടായിരിക്കും, പോസ്റ്റ് ആക്റ്റീവ് സ്റ്റേജ് ഓഫ് ടീച്ചിങ്, അല്ലെ? അതായത് ആക്റ്റീവ് ആയതിനു ശേഷം, അതായത് ടീച്ചിങ് കഴിഞ്ഞതിന് ശേഷമാണ് അത് നടക്കുന്നത്. അപ്പൊ ബിയും ശരിയാണ്. സി നോക്കാം. ഫിക്സിംഗ് അപ്പ് ഗോൾസ് ആൻഡ് കോണ്ടന്റ് ആർ ഡൺ ഇൻ പോസ്റ്റ് ആക്റ്റീവ് സ്റ്റേജ് ഓഫ് ടീച്ചിങ്. ഗോൾ ഒക്കെ നമ്മൾ എപ്പോഴായിരിക്കും സെറ്റ് ചെയ്യുക? പഠിപ്പിച്ചു കഴിഞ്ഞിട്ടാണോ? അല്ലല്ലോ. നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുന്നത് ഒരു പഠിച്ചു തുടങ്ങുന്നതിന് മുന്നേ അല്ല. അതായത് ഇപ്പൊ എന്റെ ഒരു ഗോൾ, അതായത് എനിക്ക് JRF വാങ്ങിക്കണം എന്നൊരു ഗോൾ നിങ്ങൾ എപ്പോഴാ സെറ്റ് ചെയ്യുന്നത്? പരീക്ഷ എഴുതി കഴിഞ്ഞിട്ടാണോ? അല്ല, അതിന് മുന്നേ അല്ലേ. നിങ്ങൾ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ തീരുമാനം എടുക്കുന്നതിന് മുന്നേ ആയിരിക്കുമല്ലോ നിങ്ങളുടെ മനസ്സിൽ ഗോൾ വന്നിട്ടുണ്ടാവുക. അപ്പൊ അത് എന്തല്ല, ടീച്ചിങ്ങിന് കഴിഞ്ഞിട്ടല്ല ഗോൾ സെറ്റ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ സി നമുക്ക് ആൻസർ പറയാൻ പറ്റില്ല. ഇനി ഡി നോക്കാം.
സെലക്ഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് ടെസ്റ്റിംഗ് ഡിവൈസസ് ഇസ് ഡൺ ഇൻ പോസ്റ്റ് ആക്റ്റീവ് സ്റ്റേജ് ഓഫ് ടീച്ചിങ്. അതായത് പഠിപ്പിച്ചു കഴിഞ്ഞിട്ടല്ലേ ഏത് ടെസ്റ്റിംഗ് ഡിവൈസ് ആണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ ടീച്ചർ തീരുമാനിക്കുന്നത്. അതായത് ക്ലാസ് പഠിപ്പിച്ചു കഴിഞ്ഞു, അന്നേരം അപ്പോൾ ഞാൻ ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, നോക്കി നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ചോദിക്കണോ അതോ എസ്എ ക്വസ്റ്റ്യൻ ചോദിക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് പഠിപ്പിച്ചു കഴിഞ്ഞിട്ടാണ് അല്ലേ. അപ്പൊ ടെസ്റ്റിംഗ് നടക്കുന്നത് തന്നെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ടാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഏത് ടെസ്റ്റിംഗ് ഡിവൈസ് ആണ് ഞാൻ ഉപയോഗിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നതൊക്കെ എപ്പോഴായിരിക്കും? പഠിപ്പിച്ചു കഴിഞ്ഞിട്ടായിരിക്കും. അപ്പൊ ഡിയും കറക്റ്റ് ആണ്. ഇനി ഡിസിഷൻ അബൌട്ട് സ്ട്രാറ്റജീസ് ഓഫ് ടീച്ചിങ് ഈസ് ഡൺ ഇൻ പോസ്റ്റ് ആക്റ്റീവ് സ്റ്റേജ് ഓഫ് ടീച്ചിങ്. അതായത് ഏത് സ്ട്രാറ്റജിയാണ് ടീച്ചിങ്ങിന് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഞാൻ പഠിപ്പിക്കാൻ വരുന്നതിന് മുന്നേ ആണ് ഞാൻ തീരുമാനിക്കുന്നത്, ഓക്കെ ഇന്ന് എന്താണ് പഠിപ്പിക്കേണ്ടത്, ഇന്ന ടോപ്പിക്ക് നോക്കാം എന്ന് ഞാൻ പഠിപ്പിക്കുന്നതിന് മുന്നേ അല്ലേ തീരുമാനിക്കുന്നത്. അല്ലാതെ ക്ലാസ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് അയ്യോ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ എപ്പോഴും സ്ട്രാറ്റജി ഓഫ് ടീച്ചിങ് എന്നൊക്കെ പറയുന്നത് നമ്മൾ മുന്നേ ആണല്ലേ, ഗോള് അതുപോലെ തന്നെ സ്ട്രാറ്റജി എങ്ങനെ പഠിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നതൊക്കെ പ്രീ ആക്റ്റീവ് ആണ്. അതായത് പഠിപ്പിക്കുന്നതിന് മുന്നേ തീരുമാനിക്കുന്നതാണ്. അപ്പൊ പ്രീ ആക്റ്റീവ്, ഇന്റർ ആക്റ്റീവ്, പോസ്റ്റ് ആക്റ്റീവ്. പ്രീ ആക്റ്റീവ് എന്ന് പറയുന്നത് ഞാൻ പഠിപ്പിച്ച് തുടങ്ങുന്നതിന് മുന്നേ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ അല്ലെ. ഇപ്പൊ ഞാൻ ഈ PPT പ്രിപ്പയർ ചെയ്യുന്നു, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നു, ഇതൊക്കെ എവിടെയാ സംഭവിക്കുന്നത്? പ്രീ ആക്റ്റീവ് ടീച്ചിങ് സ്റ്റേജ് ആണ്. ഇനി ഇന്റർ ആക്റ്റീവ് ടീച്ചിങ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പൊ ഇവിടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇതെന്താണ്? ഇന്റർ ആക്റ്റീവ് സ്റ്റേജ് ആണ്. ഇനി ക്ലാസ് കഴിഞ്ഞിട്ടുള്ളത് അതെന്താണ്? പോസ്റ്റ് ആക്റ്റീവ്. ഓക്കെ, അപ്പൊ ഓരോ സ്റ്റേജിലും ഓരോ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആ പ്രീ ആക്റ്റീവ്, ഇന്റർ ആക്റ്റീവ്, പോസ്റ്റ് ആക്റ്റീവ് സ്റ്റേജുകൾ ഉണ്ട് ടീച്ചിങ്ങിന്. പ്രീ ആക്റ്റീവ് എന്ന് പറയുന്നത് ടീച്ചിങ് നടക്കുന്നതിന് മുന്നേ ഉള്ളതാണ്. അതായത് ഞാൻ പഠിപ്പിച്ച് തുടങ്ങിയിട്ടില്ല, അതിന് മുന്നേ ഞാൻ പ്രിപ്പയർ ചെയ്യും. ചിലപ്പോൾ നിങ്ങളും പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. അതായത് ഇന്ന ടോപ്പിക് ആണെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചിലര് ആ ടോപ്പിക്കിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടി വായിച്ചു നോക്കും. അതെന്താണ്? പ്രീ ആക്റ്റീവ് ആണ്. ഇനി ഇന്റർ ആക്റ്റീവ് എന്ന് പറയുന്നത് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പോസ്റ്റ് ആക്റ്റീവ് എന്ന് പറയുമ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ഇവാലുവേഷൻ, ഫീഡ്ബാക്ക്, അതൊക്കെ പോസ്റ്റ് ആക്റ്റീവിലാണ് വരിക. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഇതിനകത്ത് എനിക്ക് കുറെ പരിമിതികളുണ്ട്. കാരണം ഞാൻ ഒരു ടോപ്പിക്ക് എനിക്ക് മുഴുവനായിട്ട് ഇവിടെ പറയാൻ പറ്റില്ല. കാരണം ഒരു ചോദ്യത്തിനെ നിർത്തിയിട്ടാണ് ഞാൻ പറയുന്നത്. അതേസമയം ക്ലാസ് ആയിട്ട് എടുക്കുന്ന സമയത്ത് എനിക്ക് ആ ടോപ്പിക്ക് വിശദമായിട്ട് പറയാം. എന്നാലും ഞാൻ മാക്സിമം അതിന്റെ എല്ലാ ഏരിയയും കവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ക്ലാസ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ വരും. അപ്പോൾ ചിലർക്കെങ്കിലും വിചാരിക്കുന്നുണ്ടാവും ഇതിങ്ങനെ എന്തൊക്കെയോ കുറെ പറയുന്നുണ്ടല്ലോ എന്ന്. പക്ഷെ അത് ചോദ്യമായതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. നമ്മളൊരു ടോപ്പിക്ക് പഠിപ്പിക്കുന്ന സമയത്ത് ആ ടോപ്പിക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത്, ആ ടോപ്പിക്കിൽ എന്തൊക്കെയാണ് വരിക, ഓരോ ടോപ്പിക്ക് സബ് ടോപ്പിക്ക് എടുത്തിട്ട് ആ ടോപ്പിക്കിൽ നിന്ന് പ്രീവിയസ് ഇയർ ഏതൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് ആ രീതിയിലായിരിക്കും ക്ലാസ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അത് വറീഡ് ആവണ്ട. നമുക്ക് അങ്ങനത്തെ പ്രോപ്പർ ക്ലാസ്സുകൾ ഉണ്ടാവും. ഇത് തൽക്കാലം ഒരു ചോദ്യം എങ്ങനെയാണ് നിങ്ങൾ സമീപിക്കേണ്ടത് എന്നുള്ള ഒരു ക്ലാസ് ആണെന്ന് മാത്രം കണ്ടാൽ മതി. അതിനകത്ത് മാക്സിമം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ശ്രമിച്ചിട്ടുണ്ട്. ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ സ്വയത്തെ കുറിച്ച് പഠിപ്പിച്ചല്ലോ, അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി. അപ്പൊ സ്വയത്തിന്റെ ഒരു സവിശേഷത ഇന്നിപ്പോ ടീച്ചർ പറഞ്ഞാണ് ABCID അത് ക്രെഡിറ്റ് ആവും നമ്മളൊരു കോഴ്സ് ചെയ്താല്. അപ്പൊ ഇപ്പൊ നിലവിൽ ഞാൻ MAക്ക്, അപ്പൊ ഞാൻ അങ്ങനെ സെർച്ച് ചെയ്തു. അപ്പൊ ഞാനിപ്പോ MAക്ക് ചേർന്നപ്പോ എനിക്ക് ABCID ഉണ്ട്. അതുണ്ടെങ്കിൽ നമുക്ക് കോഴ്സിന് ചേരാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഇപ്പം ഈ കോഴ്സ് കാലയളവില് സ്വയത്തിലൊരു ഓൺലൈൻ കോഴ്സ് ഞാൻ അറ്റൻഡ് ചെയ്ത് സർട്ടിഫിക്കറ്റ് നേടിയാല് അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ID കൊടുത്തിട്ടായിരിക്കും കോഴ്സ് ചെയ്യണം. അപ്പൊ അതില് ക്രെഡിറ്റ് ആയിട്ട് മാർക്ക് ലിസ്റ്റിൽ വരും അത്രേ. നമ്മളുടെ ഫൈനൽ മാർക്ക് ലിസ്റ്റില് അതിന്റെ മാർക്കും കൂടി എന്താവുന്നു. അതായത് ഇപ്പൊ അബാർ ഐഡിയും ഈ ABC വന്നതോട് കൂടിയിട്ട് നമ്മൾ കണക്റ്റഡ് ആയി എല്ലാത്തിലും. അതായത് നമ്മൾ ഈ ID വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യപ്പെടും. അതുകൊണ്ടാണ് അക്കൗണ്ട് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഏത് കോഴ്സ് ചെയ്ത് കഴിഞ്ഞാലും ഇതിനകത്തേക്ക് ആഡ് ചെയ്യപ്പെടും. പിന്നെ ഇപ്പൊ ടീച്ചറിന്റെ ക്ലാസ് ഭയങ്കര ഉപകാരമാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 2024 ഓൾ സ്ട്രീംസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ജസ്റ്റ് വലിയതായിട്ട് പഠിക്കാൻ പറ്റിയില്ല. അതിൽ നിന്ന് കിട്ടിയ 2 പോയിന്റ് ഒന്നാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ ഉണ്ടല്ലോ, ഓസോൺ പാളിയുടെ അതും പിന്നെ വേറെ ഒരെണ്ണം 2 മാർക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തപ്പോ കുറച്ചേ ചെയ്തോളൂ എങ്കിലും അതിൽ നിന്ന് പുതിയ പേപ്പറിൽ വന്നു. ഡയറക്റ്റ് അങ്ങനെ തന്നെ അല്ല,
നമ്മൾ ഓപ്ഷനും കൂടി പഠിക്കുമ്പോ. പേപ്പർ നമ്മൾ ചെയ്യുന്നത് ഭയങ്കര എഫക്റ്റീവാ. ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നമുക്ക് എപ്പോഴും ഉപകാരപ്പെടും. അതാ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ എപ്പോഴും ചെയ്യണം. അത് ചെയ്യുമ്പോഴാണ്. പിന്നെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നമുക്ക് ട്രെൻഡ് കൂടെ മനസ്സിലാവും. അതായത് ഓരോ ഇയർ കഴിയുമ്പോഴും ഇവര് പുതിയ ടോപ്പിക്കുകളും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ അത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വർക്കൗട്ട് ചെയ്യണം. അപ്പോഴാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. ഏതൊക്കെ ഏരിയ ആണ് ഇപ്പൊ അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, ഏതൊക്കെ ഏരിയ ആണ് കൂടുതൽ ചോദിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പീപ്പിൾ ഡെവലപ്മെന്റിൽ നിന്ന് ന്യൂക്ലിയർ റിയാക്ടർ ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പൊ ഈ അടുത്ത കാലങ്ങളിലായിട്ട് ചോദിച്ച് കാണുന്നുണ്ട്. അപ്പൊ ആ ഏരിയ ഫോക്കസ് ചെയ്യണം. ന്യൂക്ലിയർ റിയാക്ടറിലെ ബ്രീഡർ റിയാക്ടർ, പിന്നെ അതിനകത്ത് മോഡറേറ്ററിന്റെ ഫംഗ്ഷൻ എന്താണ്, അതിനകത്ത് ഫിസൈൽ മെറ്റീരിയൽ. അപ്പൊ അത് നമ്മൾ നമ്മുടെ പഠനത്തിൽ ഉൾപ്പെടുത്തണം. ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോഴും നമുക്ക് മനസ്സിലാവും എന്താണ് നമ്മൾ ഇനി എക്സ്ട്രാ നമ്മുടെ ടോപ്പിക്കിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളത്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ പ്രീവിയസ് ഇയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും. അതല്ലാതെ നമ്മൾ കുറേ സിലബസ് മാറ്റം വരില്ല. അതാ ഞാൻ പറഞ്ഞ സിലബസിന് മാറ്റം ഇല്ല. ഈ സിലബസ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്നറിയോ? അതായത് ഇപ്പൊ ഞാൻ പറയാണ് കേരളം എന്ന് പറയുന്ന പോലെയാണ്. അതായത് PSC യുടെ സിലബസ് പോലെയാണത്. ഇപ്പൊ ഞാൻ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ അതെന്താ ഉദ്ദേശിക്കുന്നത്? ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഹിസ്റ്ററി അതിനിപ്പോ എന്താ ഒരു പ്രശ്നമില്ല. പക്ഷെ ഹിസ്റ്ററിയിൽ PSC പറയുമ്പോൾ എന്താ അവർ ഉദ്ദേശിക്കുന്നത്? വേൾഡ് ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി. അതിൽ തന്നെ ഏൻഷ്യന്റ്, പിന്നെ പ്രീ ഹിസ്റ്റോറിക്, ഏൻഷ്യന്റ്, മോഡേൺ അല്ലെ? അത് വേൾഡിലും ഇന്ത്യയിലും കേരളത്തിലും വരും. അപ്പൊ പറയുമ്പോ നമ്മൾ എന്താണ്, അപ്പൊ ഒരു ചോദ്യം വരികയാണ് പെട്ടെന്ന്. ഇപ്പൊ PSC ഒരു ചോദ്യം വരികയാണ്, എന്താണ് വേദിക് പീരീഡ് എന്നൊരു ചോദ്യം വരുവാണ്. അപ്പോ അവര് ഇത് വേദിക് പീരീഡ് സിലബസിൽ ഇല്ലല്ലോ എന്ന് നമ്മൾ ചോദിക്കാൻ പറ്റുമോ? ഇല്ല. വേദിക് പീരീഡ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയില്, ഏൻഷ്യന്റ് ഹിസ്റ്ററിയിൽ വരുന്നതാണ്. അങ്ങനെയാണ് ഈ സംഭവം വരുന്നത്. അപ്പോൾ സിലബസിൽ മാറ്റമില്ല. അവര് ഓരോ ഏരിയ പുതിയത് ഫോക്കസ് ചെയ്യും. അപ്പൊ നമ്മൾ ആ ഏരിയ മനസ്സിലാക്കി ആ ഏരിയ മാത്രം ഒന്ന് പഠിച്ചാൽ മതി എക്സ്ട്രാ. അതിനാണ് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു തരും. നിങ്ങൾ വറീഡ് ആവണ്ട, എന്താണ് പഠിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരാം ഞാൻ. ഇപ്പൊ ടീച്ചിങ് പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ ഏതാണ് ഫോക്കസ് ചെയ്യേണ്ടത്, അത് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ആ ഓരോ ടോപ്പിക്കും പഠിക്കുമ്പോൾ അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഏരിയ കൂടുതൽ ഫോക്കസ് ചെയ്യണം. അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ മാത്രമാണിത്. അതല്ലാതെ ഇത് നമ്മൾ പഠിക്കല്ല. ഇത് നമ്മൾ ഈ ചോദ്യപേപ്പറിനെ എങ്ങനെ കാണണം എന്നുള്ളത് മാത്രം മനസ്സിലാക്കാനുള്ള ഒരു ക്ലാസ് ആയിട്ട് തന്നെ കണ്ടാൽ മതി. ഒരു ചോദ്യപേപ്പറിനെ നമ്മൾ വിലയിരുത്തുന്നു, ചോദ്യപേപ്പറിനെ നമ്മൾ മനസ്സിലാക്കുന്നു, അത്രേ ഉള്ളൂ. ഞാൻ ഇതുവരെ നെറ്റ് ഒന്നും അറ്റൻഡ് ചെയ്യാത്ത ഒരാളാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ് അതിന്റെ ക്വസ്റ്റ്യനുള്ള രൂപം കിട്ടണമെങ്കിലൊക്കെ കൂടുതൽ ഉപകാരപ്പെടണം എങ്ങനെയാണെന്ന് പറയാനേ അതാ ഉദ്ദേശിച്ചത്. അതായത് PYQ ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. ഇനി നമ്മൾ ടോപ്പിക്ക് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇന്ന ഏരിയയിൽ നിന്ന് ഈ ഒരു ടൈപ്പ് ആണല്ലോ ചോദിക്കുക. അപ്പൊ ഈ ക്വസ്റ്റ്യൻ, അപ്പൊ ഈ ഒരു ഏരിയ പഠിക്കുമ്പോൾ ഇത് പഠിക്കണം, ഇങ്ങനെ ചോദ്യം വരാൻ സാധ്യതയുണ്ട് എന്നൊരു ഐഡിയ കൂടെ കിട്ടും നിങ്ങൾക്ക്. അപ്പൊ ആദ്യം തന്നെ PYQ ഇട്ടതിന്റെ ഒരു കാര്യം അതാണ്. നിങ്ങൾക്ക് PYQ എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ചോദ്യം വരിക എന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ ഇതിന്റെ ക്ലാസ് പ്രോപ്പർ ആയിട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോ നമുക്ക് ഇനി നമ്മൾ കാണുന്നത് നമ്മുടെ പ്രോപ്പർ ക്ലാസ്സിലായിരിക്കും, അതായത് ടീച്ചിങ്ങിന്റെ ക്ലാസ്സിലായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്.